Good morning everyone. Welcome to Editorial Malayalam channel. This is Rintu Sebastian and welcome to our Hindu editorial analysis of 7th November 2022. അപ്പോൾ നമസ്കാരം, ഗുഡ് മോർണിംഗ്. വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഉഷാറായിട്ടിരിക്കുന്നു എല്ലാവരും വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നോക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾസിൽ വന്നിരിക്കുന്ന വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തുവിടാം. അപ്പോൾ നമ്മുടെ റെഗുലർ സെഷനാണ്, രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള സെഷനാണ്. അപ്പോൾ ലൈവിൽ ഉള്ളവർക്കും ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. വി ഹാവ് ലോട്ട്സ് ഓഫ് വേർഡ്സ്, ഇന്ന് ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്ത് വിടാം. അപ്പോൾ എന്താ കോട്ട് ഇതാണ് ഇന്നത്തെ: വി ഫോൾ, വി ഫെയിൽ, വി ബ്രേക്ക്, ബട്ട് ദെൻ വി റൈസ്, വി ഹീൽ, വി ഓവർകം. ചിലപ്പോൾ നമ്മൾ വീണ് പോകാറുണ്ടല്ലേ, ചില സമയത്ത് നമ്മൾ തോറ്റു പോകാറുണ്ട്, ചില സമയത്ത് നമ്മൾ അങ്ങ് ആകപ്പാടെ ഷാറ്റേർഡായി മാറാറുണ്ട്, അങ്ങ് ബ്രേക്ക് ചെയ്ത് അങ്ങ് ഇല്ലാണ്ടാവാറുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? ഇല്ല. വി സ്റ്റാൻഡ് അപ്പ് അല്ലേ, വി റൈസ്, എണീക്കാറുണ്ട്. പിന്നെ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഹീൽ ചെയ്യും. ആൻഡ് വി ഓവർകം. തിങ്സ് ആർ ഗോണ ബി ബെറ്റർ അല്ലേ. എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. എനിത്തിങ് ഹാപ്പൻസ്, എന്ത് വന്നാലും, എനി വേഴ്സ് തിങ്സ് ഹാപ്പൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് ലൈഫിനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. ഒരു വളരെ പോസിറ്റീവ് തിങ്കിങ് വേണം. എന്ത് കാര്യങ്ങളും ലൈഫിൽ നടന്നാലും അതിൽ നിന്നൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, മാറിയെടുക്കാൻ പറ്റുമെന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ലൈഫ് പീപ്പിൾ. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് താമസിപ്പിക്കേണ്ട. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Editorial മലയാളം ചാനൽ, നമ്മൾക്ക് ഒരു ആപ്പുണ്ട്, Editorial ആപ്പ്. ഡൗൺലോഡ് ചെയ്യാത്തൊരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്വിസസ് ഉണ്ട്. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി. സബ്ജക്റ്റ് വൈസ് ആയിട്ടും ഉണ്ട്, എക്സാം വൈസ് ആയിട്ടും ക്വിസസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിൻറ്റ്സ്, ഓരോ എക്സാംസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ജോബ് അലേർട്ട്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. Editorial മലയാളം ചാനൽ. ഇപ്പോൾ SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, KS ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCIയുടെ ക്ലാസ്സുകളായിക്കോട്ടെ, കോർട്ട് എക്സാംസിൻ്റെ ആയിക്കോട്ടെ. അതുപോലെ നമുക്ക് എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ പ്ലസ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്, നമ്മുടെ എഡിറ്റോറിയൽ സെഷനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PYQ സെഷൻസ് ഉണ്ട്, എക്സാം അനാലിസിസ് ഉണ്ട്, സ്ട്രാറ്റജി വീഡിയോസ് ഉണ്ട്, ഓരോ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോസ്, ഫോം ഫില്ലിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. പഠിക്കുക, ഒരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച സംഭവം സെറ്റാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് നവംബർ 7 കേട്ടോ, 5 അല്ല 7, ഓക്കെ, 7-ാം തീയതി. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളിൽ വന്നിരിക്കുന്ന വാർത്ത എന്താ നമുക്ക് നോക്കാം. ഏത് ആർട്ടിക്കിളാണ് വായിക്കാൻ നോക്കാം. അതുപോലെ തന്നെ വൊക്കാബുലറിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിടാം. അപ്പോൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വെറുതെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ സെഷനാണ് കേട്ടോ. കാര്യം നമ്മളിവിടെ വൊക്കാബുലറി ഡിസ്കസ് ചെയ്യും, ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കും, നിങ്ങളുടെ സെൻറ്റൻസ് സ്ട്രക്ചറിങ് കറക്റ്റാണോ നോക്കും, യുവർ റീഡിംഗ് എബിലിറ്റി ഉറപ്പായിട്ടും കൂടും. ജനറൽ അവയർനെസ്, പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ജനറൽ അവയർനെസ് കൂട്ടാനൊരു സെഷനാണിത്. അപ്പോൾ എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. രാവിലെ 8:30 മണിക്ക് എന്നുള്ള സെഷനാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മുടെ ആർട്ടിക്കിൾസ്, 2 ആർട്ടിക്കിൾ എന്ന് വന്നതിൽ ഒരു ആർട്ടിക്കിൾ പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആർട്ടിക്കിളാണ്. പക്ഷേ സാധാരണ നമ്മൾ പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആർട്ടിക്കിൾ വായിക്കാറില്ല. പക്ഷേ രണ്ടാമത് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് പാകിസ്ഥാനിലെ ഇമ്രാൻ ഖാനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നു. അപ്പം ഒരു കൊലപാതക ശ്രമം അല്ലേ. അപ്പോൾ അത് അസാസിനേഷൻ അറ്റാക്ക് നടന്നതിനെ പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. ആൻഡ് അത് നമ്മൾക്ക് കൺസേൺഡ് ആർട്ടിക്കിൾ അല്ലാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യാണ്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളുണ്ട്, പൊളിറ്റിക്കലി ആണ്, ബട്ട് എന്നാൽ പോലും ഗുജറാത്തിലെ ഇലക്ഷനെ പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. സാധാരണ നമ്മൾ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യാറില്ല, എന്നാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിളാണ്. ബിക്കോസ് മറ്റേ ആർട്ടിക്കിൾ ഇസ് നോട്ട് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഗുജറാത്തിലെ ഇലക്ഷൻസ്, അതിലെ ഇലക്ഷൻസിലെ പാർട്ടികൾ തമ്മിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വൊക്കാബുലറി ഉണ്ട്, നമുക്ക് വൊക്കാബുലറി നോക്കിയിടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ഒക്കെ നോക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. സോനലെ കഴിഞ്ഞ ദിവസം നിന്നെ കണ്ടില്ലല്ലോ, എന്നാ പറ്റി? ഞാൻ കഴിഞ്ഞ ദിവസം ഓർന്നു നിന്നെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും നോക്കാം, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യത്തെ ഇതാണ് ഹൈ സ്റ്റേക്സ്. ഇന്നത്തെ ടൈറ്റിലെ ഹൈ സ്റ്റേക്സ് ആണ് കേട്ടോ. സോ ഹൈ സ്റ്റേക്സ് എന്ന് പറഞ്ഞ ഇതാണ്: ഇൻവോൾവിങ് എ ലോട്ട് ഓഫ് റിസ്ക് അല്ലെങ്കിൽ കോൺസിക്വൻസസ്. ഒരുപാട് അല്ലേ, ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. സോ ഹൈ സ്റ്റേക്സിലാണ്, സംതിങ് ഈസ് അറ്റ് ഹൈ സ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻവോൾവിങ് എ ലോട്ട് ഓഫ് റിസ്ക് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്നുള്ളത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. കാര്യം ഒരുപാട് കോൺസിക്വൻസസ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് അടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈ സ്റ്റേക്സ് എന്ന് പറയാം കേട്ടോ, ഓർത്ത് വെച്ചോളാം. പിന്നെ
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു ഫൈൻഡ് സംതിങ് അല്ലെങ്കിൽ ഹോപ്പ്, ഒരു കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, അതിനെ നമ്മൾ ലുക്ക് ഫോർ എന്ന് പറയും. സോ ലുക്ക് ഫോർ എന്ന യൂസേജ് ഇതൊരു ഫ്രേസൽ വെർബാണ്, ഓർത്തോളാം. ലുക്ക് ഫോർ സംതിങ് അല്ലേ, അറ്റംപ്റ്റ് ടു ഫൈൻഡ് സംതിങ്, ഒരു കാര്യം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് ലുക്ക് ഫോർ പറയും. ഓർ ഹോപ്പ് ഫോർ സംതിങ്, എക്സ്പെക്റ്റ് ചെയ്യണം, ഒരു കാര്യം പ്രതീക്ഷിക്കുന്നതിന് ലുക്ക് ഫോർ എന്ന് പറയും നമ്മൾ. അടുത്ത സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ കം ഫോർവേഡ്, ഒരു കാര്യത്തിലൊരു ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിലോട്ട്, ഒരു ഡെസിഗ്നേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കം ഫോർവേഡ്, അതിന് മുന്നോട്ട് വരികയാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയും. സ്റ്റെപ്പ് അപ്പ് ആസ് എ പ്രസിഡൻറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ സ്റ്റെപ്പ് അപ്പ്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, ഇനി ആൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്ന് വെച്ചാൽ വിഡ്രോ ചെയ്തു അല്ലെങ്കിൽ റിസൈൻ ചെയ്തു എന്നാണ് സ്റ്റെപ്പ് ഡൗൺ എന്ന വാക്കിൻ്റെ അർത്ഥം, ഫ്രേസൽ വെർബ് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ മീൻസ് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക. ചുമതല ഏറ്റെടുക്കുന്നതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാന്ന് പറയും. ഏറ്റെടുക്കുന്ന വിഡ്രോ ചെയ്ത് പോകുന്നതിന് അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോകുന്നതിന് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ എന്നും പറയാം കേട്ടോ. ഓക്കെ, യെസ്, ഓൾ റൈറ്റ്. ഓ, യാത്രയിലായിരുന്നോ? ഓക്കെ, നന്നായി. യാത്രകൾ എപ്പോഴും നല്ലതാണ്. ലുക്ക് ഫോർ ദ ബെസ്റ്റ് ഈവൻ ഇഫ് ദർ ആർ ഹൈ സ്റ്റേക്സ് ഇൻ യുവർ ഇൻറ്റീരിയർ. ദാറ്റ്സ് ഗ്രേറ്റ് രശ്മി, ദാറ്റ്സ് ഗ്രേറ്റ്, ഗുഡ്. അടുത്ത് നോക്കിയേ, ഷോർ അപ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഷോറപ്പ് കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച നമ്മൾ ഷോറപ്പ് ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച സാറ്റർഡേ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് എനിക്കൊന്ന്. യെസ്, ഷോറപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഷോറപ്പ് വെച്ച് കരകയറ്റുക അല്ലേ, സപ്പോർട്ട് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ദാറ്റ് ഈസ് ഷോറപ്പ്. ഷോറപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക, കരകയറ്റുക എന്നാണ് കേട്ടോ അർത്ഥം, ഓർത്തോളൂ. അടുത്ത കണ്ടൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യുക അല്ലേ, ആർഗ്യൂ ചെയ്യുക, ഡിസഗ്രി ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, അതൊക്കെയാണ് കണ്ടൻറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടൻറ്റർ വഴക്കൂട് അല്ല, കോമ്പീറ്റ് ചെയ്യുക അല്ലേ. വൺ ഹു കമ്പീറ്റ്സ് ആണ്, ഗ്രാമാറ്റിക്കലി തെറ്റായി പോയി. വൺ ഹു കമ്പീറ്റ്സ് വിത്ത് അതേഴ്സ് ടു അച്ചീവ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ മറ്റു ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം, കണ്ടൻറ്റർ എന്ന് വിളിക്കാം. വൺ ഹു കമ്പീറ്റ്സ് വിത്ത് അതേഴ്സ് ടു അച്ചീവ് സംതിങ്, അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടൻറ്റ് എന്ന് വിളിക്കാം. സോ കണ്ടൻറ്റ് ഓർത്തോണേ, ഡി ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു കണ്ടൻറ്റ് ടി വന്ന സംഭവം മാറിപ്പോയി, സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എന്ന അർത്ഥത്തിൽ വരും, ഓർ അഡ്ജക്റ്റീവായിട്ട് സാറ്റിസ്ഫൈഡ് എന്ന അർത്ഥത്തിൽ വരും. അഡ്ജക്റ്റീവായിട്ട് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മറ്റ് കണ്ടൻറ്റ്, CONTENT. പക്ഷേ ഈ കണ്ടൻറ്റ്, ഡി എന്ന കണ്ടൻറ്റ് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഫൈറ്റ് ചെയ്യുക, ബാറ്റിൽ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ, കോമ്പീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. സോ റിമെമ്പർ ദാറ്റ്. അതുകൊണ്ട് തന്നെ കണ്ടൻറ്റർ എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു വേർബിൻ്റെ കൂടെ OR ഇട്ട് കൊടുത്താൽ ആ വർക്ക് ചെയ്യുന്ന ആളെ കിട്ടും നമുക്ക്. മാനേജർ അല്ലേ, ഹീറ്റർ, കൂളർ, അതാണ്. സോ ആക്ടർ, അതുപോലെ കണ്ടൻറ്റർ ഓർത്താൽ മതി കേട്ടോ. യാ, സോ let's see your sentences. Forest guard jobs are high stakes jobs. Yes, okay, great. It was the entrepreneur's skill to trigger success in his marketing career despite high stakes across the journey. All right. If you go on കണ്ടിന്യൂസ്, ഇല്ല, ഷമാസെ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്നർത്ഥം. പിന്നെ വീണ്ടും കണ്ടിന്യൂ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നീ എന്ത് കൊടുക്കണം, ഇഫ് യു കണ്ടിന്യൂസ് ഓർ ഇഫ് യു ഗോസ് ഓൺ എന്ന് കൊടുക്കണം. ഏതെങ്കിലും രണ്ടിൽ ഒന്നേ കൊടുക്കാവുള്ളേ ഷമാസെ. ഇഫ് യു ഗോസ് ഓൺ അല്ല, ഇഫ് യു ഗോ ഓൺ ഓർ ഇഫ് യു കണ്ടിന്യൂ സ്മോക്കിംഗ്, രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. സ്മോക്കിംഗ്, ദാറ്റ് വിൽ കോസ്റ്റ് യു യുവർ ലൈഫ് അറ്റ് സ്റ്റേക്സ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ദാറ്റ് വിൽ കോസ്റ്റ് യു പറയില്ല, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ കോസ്റ്റ് കൊടുത്താൽ പിന്നെ ഹൈ സ്റ്റേക്സ് കൊടുക്കേണ്ടതല്ല. ഒന്നെങ്കിൽ ദാറ്റ് വിൽ കോസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാം യുവർ ലൈഫ് വിൽ ബി അറ്റ് ഹൈ സ്റ്റേക്സ് എന്ന് കൊടുത്തു, എന്നാലും കറക്റ്റ് കേട്ടോ. രണ്ടും കൂടെ കൊടുക്കരുത്. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടമാവുന്ന എന്തെങ്കിലും ഒരു വില കൊടുക്കേണ്ടി വരുന്നല്ലേ. അപ്പോൾ ദാറ്റ് വിൽ കോസ്റ്റ് യു എ ലോട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ കൊടുക്കാം ദാറ്റ് വിൽ പുട്ട് യുവർ ലൈഫ് അറ്റ് സ്റ്റേക്ക്, അറ്റ് ഹൈ സ്റ്റേക്സ് എന്ന് കൊടുക്കാം. അല്ലേ, നമ്മൾ അറ്റ് സ്റ്റേക്ക് എന്ന് പറയില്ലേ, അറ്റ് റിസ്ക്, സെയിം സാധനം കേട്ടോ. അതാണ് ഹൈ സ്റ്റേക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ഉള്ളൊരു സാധനമാണ് എന്നർത്ഥം. ദാറ്റ്സ് ഇറ്റ് കേട്ടോ ഹിമാസെ. ഗുഡ് മോർണിംഗ് അനുപമ. ജോ ബൈഡൻ ഷുഡ് സ്റ്റെപ്പ് ഡൗൺ ഹിസ് പ്രസിഡന്റ് പോസ്റ്റ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് അമേരിക്ക. അതെന്താണ് അഭിലാഷേ അങ്ങനൊരു ടോക്ക് അല്ലേ? ഓൾ റൈറ്റ്. യെസ്, ജിനു ഗുഡ് മോർണിംഗ്. അമല ഗുഡ് മോർണിംഗ്. ഇഫ് യു കൺസ്യൂം ജങ്ക് ഫുഡ് കണ്ടിന്യൂസ്ലി ഇറ്റ് മേ ലീഡ്സ് യു it may lead to ലീഡിൻ്റെ കൂടെ ടു വേണം, അത് വേറെ കാര്യം. ലീഡ് എന്ന് പറയുന്നത് വരുള്ളൂ, കാരണം മേ എന്ന വാക്ക്, മേ എന്ന ഇത് ഒരു മോഡൽ ഓക്സിലർ വെർബ്. ഏതൊരു മോഡൽ ഓക്സിലർ വെർബിന് ശേഷം V1 വരത്തുള്ളൂ കേട്ടോ. അവിടെ സിംഗുലർ വെർബ് അല്ലെങ്കിൽ V5 V1 ഒന്നും V2 ഒന്നും ഇട്ട് കൊടുക്കില്ല, V2 ഒന്നും ഇട്ട് കൊടുക്കില്ല. നമ്മളെപ്പോഴും കൊടുക്കുന്നത് എന്തായിരിക്കും, മോഡൽ ഓക്സിലർ വെർബിന് ശേഷം കൊടുക്കുന്ന മെയിൻ വെർബ് റൂട്ട് വേർഡ് ആയിരിക്കും. റൂട്ട് വെർബ് V1 ഫോം, ഫസ്റ്റ് ഫോം ഓഫ് വെർബ് ആയിരിക്കും
കേട്ടോ. ഏതൊരു മോഡൽ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ V1 ഇട്ട് കൊടുക്കുകയുള്ളൂ. ശ്രദ്ധിച്ചോണേ, അത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം, റൂട്ട് ഫോം ഓഫ് വെർബ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. ആൻഡ് ദെൻ പാരസൈറ്റ്സ് കണ്ടൻറ്റ് വിത്ത് ദ ഹോസ് ഫോർ ദെയർ എക്സസ്. അല്ലല്ല, കണ്ടൻറ്റർ ആ വ്യക്തി, ആ ആളല്ലേ, നൗണല്ലേ. ആദ്യത്തെ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് ചെയ്യും, വഴക്കുണ്ടാക്കുമെന്നല്ലേ, കോമ്പീറ്റ് ചെയ്യുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ പാരസൈറ്റ്സ് കണ്ടൻറ്റ് വിത്ത് CONTEND കണ്ടൻറ്റ് വിത്ത്, കേട്ടോ, the host for their existence. Rindu ma'am's introsession is shoring up to step up our English knowledge. That's so kind of you. Shore up your friends in their bad times. That's great. Shyama looks for a special what? Special end. Avade special something. Looks for എന്ന് പറഞ്ഞാൽ ഫോർ എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വേണം. സ്പെഷ്യൽ ഒരു അബ്ജക്റ്റീവാണ്, അതിനുശേഷം ഒരു നൗണോട് വന്നാൽ അത് ഒബ്ജക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. നൗൺ ഇല്ലെങ്കിൽ അത് ഒബ്ജക്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഐശ്വര്യ സ്പെഷ്യൽ സംതിങ്, സ്പെഷ്യൽ എയ്ഡ്, സ്പെഷ്യൽ ക്ലാസ് ടു ഇംപ്രൂവ് ഹർ സ്കിൽസ് എന്ന് കൊടുക്കാം. മൈ ഫാമിലി ഓൾവേസ് ഷോർ അപ്പ് മീ. ഫാമിലി സിംഗുലർ ആണേ. അപ്പോൾ ആദിത്യ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കുക. അപ്പോൾ മൈ ഫാമിലി ഓൾവേസ് ഷോസ് me up, shows me up, shows കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക, shows me up. ഓക്കെ, shows. Everybody should choose electoral ability wisely, it has high stakes. Yes, it does, അല്ലേ? Great. അപ്പോൾ ഓർത്തോ, നമുക്ക് പോവാം. ഹൈ സ്റ്റേക്സ്, ലുക്ക് ഫോർ, സ്റ്റെപ്പ് ഡൗൺ, ഷോർ അപ്പ്, കണ്ടൻറ്റ്. അതാണ് നമ്മുടെ മേജർ ഫ്രേസൽസ്, വേർബ്സ് ഒക്കെ, ഇഡിയംസ് ഒക്കെ, വൺ വേർഡ്സ് ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം നമ്മുടെ മറ്റു വേർഡ്സിലോട്ട്. അതിന് മുമ്പ് രണ്ട് സെൻറ്റൻസ് ഉണ്ട് അല്ലേ. ആഫ്റ്റർ ബീങ് ഡിഫീറ്റഡ് ബൈ നെതർലൻഡ്സ്, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്, ടസൽ ടു ബിക്കം ദ നമ്പർ 1 contender to enter semi-finals. That's great. Rindu ma'am shows up the students to improve their vocabulary. വൊക്കാബുലറീസ് അല്ല, വൊക്കാബുലറി കേട്ടോ. ഐശ്വര്യ കാര്യം, വൊക്കാബുലറി ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ ആണ്. ആ അൺകൗണ്ടബിൾ ആണ്, പ്ലൂറൽ ഇല്ല കേട്ടോ, വൊക്കാബുലറി എന്നേ ഉള്ളൂ കേട്ടോ. പീപ്പിൾ ഷുഡ് ഷോർ അപ്പ് ട്രംപ്, ഹു ഈസ് ദ ഓൺലി കണ്ടൻറ്റർ ഹു ക്യാൻ ബ്രിങ് ബാക്ക് വേൾഡ് പീസ്. ട്രംപിൻ്റെ ആളാണോ അഭിലാഷ്? വെറുതെ അല്ല. ലിസ്ട്രസ് സ്പെല്ലിങ്ങിൽ TRUSS ആണ്. T ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം കേട്ടോ. സോണിലെ സ്റ്റെപ്പ് ഡൗൺ ഫ്രം ഹർ പൊസിഷൻ ഡ്യൂ ടു പ്രിവെയിലിംഗ് ഇക്കണോമിക് ടർമോയിൽ. ഗ്രേറ്റ്. ഇഫ് ദർ ഹാഡ് ബീൻ someone to shore up, she would not have stepped down from the job. That's great. ഇങ്ങനെ കൊടുക്കാവേ. ഇഫ് ദർ ഹാഡ് ബീൻ someone to shore her up, അവിടെ ഒരു ഒബ്ജക്റ്റ്, ഷോറിനോട് ഒബ്ജക്റ്റ് വേണേ, ഷോർ ഹെർ അപ്പ് കൊടുക്കണം. അത് മാത്രം വ്യത്യാസമുള്ളൂ രശ്മി. ഇന്ത്യ എമർജിംഗ് ആസ് എ 4th ലാർജസ്റ്റ് ഇക്കോണമി, എച്ചിങ് ദ സിൽവർ ലൈനിങ് ഓഫ് ഗ്ലോബൽ എസ്കലേഷൻ, ലുക്കിംഗ് ഫോർ സർപാസിംഗ് ചൈന ഇൻ ദ ഫ്യൂച്ചർ ഡെക്കേഡ്. ഗ്രേറ്റ്. അവിടെ ഒരു പ്രശ്നമുണ്ടേ, അവിടെ വേർബില്ല, വേർബ് ഇസ് മിസ്സിങ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇന്ത്യ ഈസ് എമർജിംഗ് ആസ് എ 4th ലാർജസ്റ്റ് ഇക്കോണമി, എച്ചിങ് അങ്ങനെ പറയാം. ഇന്ത്യ ഈസ് എമർജിംഗ്, അവിടെ ഒരു ഇത് എന്താണ്, കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബി ഫോർമുലേഷൻ മിസ്സിംഗ് ആണ്, ശ്രദ്ധിക്കണേ. സുമി ഗുഡ് മോർണിംഗ്. Shamili, good morning. UK Prime Minister Liz Truss stepped down. Step down അല്ല, stepped down or steps down കേട്ടോ. കാര്യം ലിസ് ട്രസ് എന്ന് പറയുന്ന നൗണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വേർബ് കൊടുക്കുക ഓർ പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. പോലീസ് ഓഫീസർ വാസ് റെസ്പോൺസിബിൾ ഫോർ ദി ഹൈ സ്റ്റേക്സ് ഓഫ് ദി റെസ്ക്യൂ ഓപ്പറേഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. നന്ദന, ഗുഡ് മോർണിംഗ്. റൈറ്റ്. മൂവിങ് ഓൺ ടു വേർഡ്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ, ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മുടെ കോഴ്സുകൾക്കൊക്കെ 17% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ കോഡ് മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ SSC, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് SSC CGLൻ്റെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സെക്കൻഡ് ബാച്ച് 50 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, അല്ലെങ്കിൽ പഠിച്ച് പകുതിയായി നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഹിയർ വി ആർ, നമ്മളിവിടെ ഉണ്ട്. നിങ്ങൾക്ക് വരാം, ജോയിൻ ചെയ്യാം നമ്മുടെ കോഴ്സിൽ. നമ്മുടെ ജോയിൻ 15 ഡേയ്സ് കോഴ്സാണ്. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ കാച്ചിക്കുറുക്കിയ രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരും. Y314 എന്ന കോഡ് ഉപയോഗിച്ചിട്ട്, ഫാക്കൽറ്റി കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത SCGD. ഞാൻ പറഞ്ഞു, സെൻട്രൽ ഫോഴ്സിൽ നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ സെൻട്രൽ ഫോഴ്സിൽ കയറാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 10th ഗ്രേഡ് ക്വാളിഫിക്കേഷൻ മതി നിങ്ങൾക്ക്, 10ാം ക്ലാസ് യോഗ്യത മതി. ജോയിൻ ചെയ്യാം, ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കൊക്കെ ജോയിൻ ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. നവംബർ 30 ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എലിമെൻ്ററി മാത്തമാറ്റിക്സ്, അതുപോലെ അതായത് വളരെ ബേസിക്കായ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ നോളജ് പ്ലസ് റീസണിങ് ആണ് കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, സാധാരണ കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് നിങ്ങൾക്ക് വരുന്നത്. 90 മിനിറ്റ്സ് ആണ്, 25 മാർക്ക് എല്ലാ ഡിവിഷൻസിലും. അപ്പോൾ അപ്ലൈ ചെയ്യാതെ കഴിഞ്ഞിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സ് നവംബർ 14 ആരംഭിക്കും കേട്ടോ. Y314 ആണ് കോഡ്, മറക്കണ്ട. അപ്പോൾ അടുത്ത വാക്ക്, അടുത്ത വേർഡ് പിടിച്ചോ. ഔട്ട്സൈസ്ഡ്. ഔട്ട്സൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നോക്കി സൈസിലും കൂടുതലാവുക, ദാറ്റ്സ് ഔട്ട്സൈസ്ഡ് അല്ലേ. അപ്പോൾ ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ്, എനോമസ്, ജൈഗാൻറ്റിക് എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് ഔട്ട്സൈസ്ഡ് എന്ന് പറയാം. കൊളോസൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഔട്ട്സൈസ്ഡ്.
അടുത്ത പ്രിവെയിലിംഗ്, അഡ്ജക്റ്റീവ് തന്നെയാണ് പ്രിവെയിലിംഗ്. പ്രിവലൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ സാധനമില്ലേ, അതിന് പ്രിവെയിലിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്നത്, ഓർ കറൻറ്റ്, ഫ്രീക്വൻറ്റ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ കോൺസ്പിക്വസ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം എങ്കിൽ നമുക്ക് പറയാം പ്രിവെയിലിംഗ് ആണ്. ഇറ്റ്സ് വൈഡ് സ്പ്രെഡ്, ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കാണാം, വളരെ കോമൺ ആണ്, കറണ്ട് ആണ്, ഫ്രീക്വൻ്റ് ആണ് എങ്കിൽ പ്രിവെയിലിംഗ് എന്ന് നമ്മൾ പറയും. അടുത്ത ഇൻകംപെൻ്റ്. ഇന്നത്തെ വേർഡ് ഫോർ ദ ഡേ ഈസ് ഇൻകംപെൻ്റ്. ശരിക്കും പറഞ്ഞാൽ ഇൻകംപെൻ്റ് എന്ന് നൗൺ ആയിട്ട് ഉപയോഗിക്കാം, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. സോ ഇൻകംപെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫീസ് ബെയറർ അല്ലെങ്കിൽ ഹോൾഡർ എന്നൊക്കെ പറയും, ആ ഓഫീസിൽ ഇരിക്കുന്ന ആൾ അല്ലേ, അതാണ് ഇൻകംപെൻ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട് പറയണേ ബൈൻഡിങ്, ഒബ്ലിഗേറ്ററി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഇത് ബൈൻഡിങ് ആയിട്ടുള്ള, നെസസറി ആണ്, എസെൻഷ്യൽ ആണ് എന്നൊക്കെ പറയില്ലേ, ഒബ്ലിഗേറ്ററി ആണ് എന്ന് നമുക്ക് പറയാം. അതും അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, കറണ്ട്, ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ, ദാറ്റ് ഈസ് ഇൻകംപെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻകംപെൻ്റ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കറണ്ട് സിറ്റുവേഷൻ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇൻകംപെൻ്റ് എന്ന് പറയാം. ഓർത്ത് വെച്ചോളാം, ദാറ്റ് ഈസ് ഇൻകംപെൻ്റ്, മറക്കണ്ട കേട്ടോ. All right, let me see your sentences. Don't be upset, look for something good. That's great. He was forced to step down from his post. Great. CGL exam OBC category apply ചെയ്യാൻ ഏജ് ലിമിറ്റ് എത്ര? ഉട്ടോപ്പി അതിന് CGL-നാണെങ്കിൽ അപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്തല്ലോ, ഓൾറെഡി ക്ലോസ് ചെയ്തല്ലോ. ഇതാണ് എന്താ പറയുക, 3 year. OBC-കാർക്ക് 3 years-ൻ്റെയാണ് തോന്നുന്നു ഗ്യാപ്പ്. യെസ്, 3 years, യെസ്, റിലാക്സേഷൻ ഉള്ളത്. റിനി മാം ഷോസ് അപ്പ് her aspirants when they looked for exuberant motivation. Great. Don't climb a tree to look for fish. That's great, that's great. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. IB notification was stepped down. IB notification സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്നല്ല, IB നോട്ടിഫിക്കേഷൻ ഉണ്ട് ഷമാസെ. IB-യിൽ MTS സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. കാരണം MTS-ന് ആകെ എനിക്കൊന്ന് 7 വേക്കൻസി ഒങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, അല്ലാതെ ബാക്കി IB-യുടെ എക്സിക്യൂട്ടീവ് ഒക്കെ ഉണ്ട്, SC-ക്ക് ഉണ്ട്. ആകെപ്പാടെ അവർ വിഡ്രോ ചെയ്തത് MTS-ൻ്റെ ഉള്ളൂ, കാരണം വേക്കൻസി വളരെ കുറവായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. CHSL അടുത്ത മന്ത് അല്ല ഇനി നോട്ടിഫിക്കേഷൻ വരിക, അപ്പോൾ അതിൻ്റെ എക്സാമൊക്കെ ഇപ്പോൾ ആയിരിക്കുന്നോ? CHSL എന്ന് പറഞ്ഞാൽ CHSL വരാൻ പോകുന്നത് നെക്സ്റ്റിലാവുമ്പോൾ നമുക്ക് ഇനി എക്സാം ഫെബിൽ പ്രതീക്ഷിക്കാം. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഫെബിലാണ് എക്സാം വരാൻ പോകുന്നത്. ഫെബിൽ മാർച്ച് 1st ആ ഒരു ടൈമിൽ, ഫെബ് ലാസ്റ്റ് അല്ലെ മാർച്ച് 1st ആ ഒരു ലെവലിലായിരിക്കും എക്സാം വരിക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വിനു ഗുഡ് മോർണിംഗ്. IB എക്സാം എത്ര വേക്കൻസി ഉണ്ട്? IB-യിൽ 1000 ആണ്. അതിൽ 7 വേക്കൻസി ഒക്കെ ഉണ്ടായിരുന്നു ഇതിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്ടായിരുന്നു IB-യുടെ വേക്കൻസി. യെസ്, അത് ഈ റീജിയനിലോട്ട് വരും കേട്ടോ. ഹീസ് എ മേജർ ഷെയർ ഇൻകംപെൻ്റ് ഇൻ ദ കമ്പനി. ദാറ്റ്സ് ഗ്രേറ്റ്. Ostensibly, Kerala government would be provoked witnessing the prevailing increment of SC and ST reservation in Karnataka domain. Great. Yesterday, I found a purse with outsized amount of money. All right. ഒരുപാട് എമൗണ്ട് അല്ല, ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. ദാറ്റ്സ് ഗ്രേറ്റ്. യെസ്റ്റർഡേ ഓക്കെ. അടുത്ത കൂടെ കാവ്യ മാം IB-യിൽ കേരളത്തിൽ. കാവ്യാണെന്ന്. ഓക്കെ. കാവ്യ കേരളത്തിൽ. ഞാൻ പറഞ്ഞ ഒരു 1000 സംതിങ് ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ്, ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. Okay, yes. Havamola, good morning. Titanic was an outsized ship of that time. That's great. Stock market has high stakes, but I look for a best outcome. Has high stakes, but I look for a best outcome എന്ന് പറയല്ലേ. I look for a good outcome പറയാം, അല്ലെങ്കിൽ I look for the best outcome പറഞ്ഞു. ബെസ്റ്റ് കൊടുക്കുമ്പോൾ the best കൊടുക്കണം, അപ്പോഴത് കറക്റ്റ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ the best എന്ന് കൊടുക്കാം കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ആവും ജിനു. The heights of our ancestors was outsized while compared with to that of others. മതി കേട്ടോ. അടുത്ത സ്റ്റാർക്ക്, അഡ്ജക്റ്റീവ് ആണ് സ്റ്റാർക്ക്. സ്റ്റാർക്ക് മീൻസ് സിവിയർ, ഷാർപ്പ്, ഡിസ്റ്റിങ്ക്റ്റ്, വളരെ ക്ലിയർ ആയിട്ടുള്ള, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, ഷാർപ്പ് ആയിട്ടുള്ള, സിവിയർ ആയിട്ടുള്ള, ദാറ്റ് ഇസ് സ്റ്റാർക്ക്. ആൻഡ് സ്റ്റാർക്കിന് വേറൊരു അർത്ഥമുണ്ട്, കുറേ നാൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. കംപ്ലീറ്റ് അല്ലെങ്കിൽ ഷ്യൂർ എന്നുള്ളതും സ്റ്റാർക്കിൻ്റെ അർത്ഥമാണ്. അടുത്തത് ഇൻഎക്സ്പ്ലിക്കബിൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. അൺഎക്സ്പ്ലെയിനബിൾ, അൺഅക്കൗണ്ടബിൾ, അൺഫാദമബിൾ. നമുക്കതിനെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നിർവചിക്കാൻ പറ്റാത്തതെന്നൊക്കെ നമ്മൾ പറയില്ലേ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ല. ഇറ്റ്സ് വാട്ട് ഹാപ്പൻ ടു യു, എന്താ പറ്റുക, ഹൗ വാസ് യുവർ ജേർണി, അല്ലെങ്കിൽ ഹൗ ഇസ് യുവർ ലൈഫ്, ഹൗ ഇസ് യുവർ ജോബ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയുന്നതൊക്കെ എൻ്റെ പൊന്നൊന്നും പറയണ്ട. അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഐദർ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇറ്റ് ഈസ് അൺഅക്കൗണ്ടബിൾ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിനബിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 127 കേട്ടോ IB വേക്കൻസി. കേരളത്തിൽ
127 വേക്കൻസി ആണുള്ളത്. യെസ്, താങ്ക് യു ഹവ മോളെ. അപ്പോൾ ഓക്കെ ആണല്ലോ കാവ്യ? 127 കേട്ടോ. The wall gives some protection from the prevailing wind. That's great. Lakshmi, good morning. Happy Monday. Yes. Skydiving involves high stakes. Yes, it does. This house is outsized. We don't need this. That's great. The prevailing situation is very disgusting. All right. The outside spending of his fund made him a profligate. Yes. The prevailing incidents in Kerala is disgusting. All right. Yes. The building was outsized for a small family to live in. Great. The eagle's eyesight are very stark. Yes. Okay, Kavi, I'm so honored. In the long run, an outsized taxation is apparent in Indian economy in the fiscal year 2021-22 compared to the preceding year. That's great. Most of the personnel are in the faction. Alala. അവിടെ ഒരു തെറ്റുണ്ട് എവിനു. നമ്മൾ ആർ ഇൻ ദ ഫാക്ഷൻ പറയുമ്പോൾ അവിടെ വേർബ് കൊടുത്തു കഴിഞ്ഞു, പിന്നെ ഈ സബ്വേഴ്സീവ് എന്ന് പറയില്ലല്ലോ. അപ്പം നീ ഇങ്ങനെ കൊടുക്കണേ, മോസ്റ്റ് ഓഫ് ദ പേഴ്സണൽ ഇൻ ദ ഫാക്ഷൻ ഈസ് അല്ല, പേഴ്സണൽ പ്ലൂറൽ ആർ, കാരണം സ്റ്റാഫ് ആർ. അപ്പം ഇങ്ങനെ കൊടുക്കുക ഈസ്, ആ ആർ അവിടെ ആദ്യത്തെ ആറും കട്ട് ചെയ്യുക, എന്നിട്ട് ഫാക്ഷന് ശേഷം ആർ ഇട്ട് കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദ പേഴ്സണൽ ഇൻ ദ ഫാക്ഷൻ ആർ സബ്വേഴ്സീവ് ടു ദി ഡെമഗോഗ് കോൾ ഫോർ എ സ്റ്റോർ അപ്പ് ഫ്രം ദ ഔട്ട്സ്കേർട്സ്. ostensibly it leads to the withdrawal of his position. Okay. Yesterday I bought a table, but it cannot take inside my house because it is outside. Okay. Yesterday I bought a table, but it cannot. But I cannot take it. I cannot take it എന്നാണ്. അല്ലെങ്കിൽ നീ എന്ത് കൊടുക്കണം അറിയാം, അത് പാസീവിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കടാ, ഇറ്റ് കെൻ നോട്ട് ബി ടേക്കൺ, but it cannot be taken inside my house because it is outsized. കേട്ടോ, it cannot be taken വേണ്ടേ, കാര്യം B+V3 കൊടുത്തില്ലെങ്കിൽ പാസീവ് ആവില്ലല്ലോ. അനുവേ ശ്രദ്ധിക്കണേ. Entry of outsized men among dwarfs were infractuous. Okay. The stark differences in their attitudes made their relationship inexplicable. Great. Good morning, Pavati. Size of the universe is inexplicable one. Yes. Her joy was inexplicable when she got a younger sister. That's great. Moving on to next set. ഇൻഡിഫറൻസ് നമ്മൾ പറയില്ലേ, ഇൻഡിഫറൻസ് കാണിച്ചു എന്ന് പറയില്ലേ, കാര്യം എന്താ വെച്ചാൽ ലാക്ക് ഓഫ് കൺസേൺ, ദാറ്റ് ഇസ് ഇൻഡിഫറൻസ്. പ്രത്യേകിച്ച് ഒരു വികാരമില്ല, നിർവികാരമായിട്ടിരിക്കുകയാണ്. കൺസേൺ, എനിക്കൊരു കുഴപ്പമില്ല, ഒരു ഇൻഡിഫറൻസ്, ഒരു താല്പര്യമില്ലായ്മ, ദാറ്റ് ഇസ് ഇൻഡിഫറൻസ്. കാലസ്നെസ്, ഇൻസോഷ്യൻസ്, അല്ലെങ്കിൽ വേറൊരു അർത്ഥം പറയുകയാണെങ്കിൽ മീഡിയോക്രിറ്റി, ഓർഡിനറി ആയിട്ടുള്ള സാധാരണ ഒരു അത് ഇങ്ങനൊരു സാമട്ടിലിരിക്കുക പറയില്ലേ, ദാറ്റ് ഇസ് മീഡിയോക്രിറ്റി, ദാറ്റ് ഇസ് ഇൻഡിഫറൻസ്. ഓർത്തോണം, ഇൻഡിഫറൻസ് എന്ന നൗണിൻ്റെ മീനിങ് ആണ്. അടുത്ത ആൻറ്റിപ്പതി. ആൻറ്റിപ്പതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പത്തി എന്താണ്, അപ്പതി പഠിച്ചിട്ടുണ്ട്, ഒരു ഫീലിംഗും ഇല്ലാത്ത അവസ്ഥ, വിത്തൗട്ട് എനി ഫീലിംഗ് അപ്പത്തി. സിമ്പതി അറിയാം, നമുക്ക് മറ്റൊരാളോട് എന്താ പിറ്റി തോന്നുന്ന അവസ്ഥ. എംപതി, വി ഫീൽ വൺ വിത്ത് അതേഴ്സ്, ഒരാളുടെ ഒരു സഫറിങ്ങുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക അല്ലേ, യു പുട്ട് ദ ഷൂസ് ഓഫ് അതേഴ്സ്, ആ ഒരു സാധനം, അതിന് നമ്മൾ എംപതി പറയും. ആൻഡ് ദ അതർ വൺ ഈസ് ആൻറ്റിപ്പതി. പതി എന്ന വാക്ക് ഗ്രീക്ക് പദമായ ഫീലിംഗ്, പതി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഫീലിങ്സ് ആണ്. ആ പതി എന്ന റൂട്ട് വേർഡിൽ നിന്നാണ് ആൻറ്റിപ്പതി വരിക. സോ ആൻറ്റി ഈസ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഫീലിങ്സിനോട് എതിർ ഫീലിങ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഹോസ്റ്റിലിറ്റി, അവേർഷൻ, ആൻറ്റഗോണിസം, എൻമിറ്റി, അതിനെയാണ് ആൻറ്റിപ്പതി എന്ന് പറയുക. ഓർത്തോണേ, ദാറ്റ് ഈസ് ആൻറ്റിപ്പതി. പതി എന്ന വേർഡ് കേട്ടോ, ഫീലിങ്സ് എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റിപ്പതി നിങ്ങൾ കേട്ട ഹോമിയോപ്പതി ഒക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ ഇതിന് വേദന കുറയ്ക്കാൻ, നമ്മുടെ ഫീലിങ്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ആൻറ്റിപ്പതി എന്നൊക്കെ പറയുന്ന സാധനം അല്ല, പിന്നെ ഹോമിയോപ്പതി ഒക്കെ പറയുന്നത് കേട്ടോ. സോ പതി എന്ന റൂട്ട് വേർഡിൽ നിന്നാണ് വരുന്നത് കേട്ടോ, ഓർത്തണം ആൻറ്റിപ്പതി. അടുത്ത സിറ്റാഡൽ. സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഫോർട്രസ്, കോട്ട, ഫോർട്ട്, സ്ട്രോങ് ഹോൾഡ്, അതിനെയാണ് സിറ്റാഡൽ എന്ന് പറയാം. നമ്മുടെ കേന്ദ്രമാണ്, നമ്മുടെ കോട്ടയാണ് എന്നൊക്കെ നമ്മൾ പറയില്ല, ദാറ്റ് ഈസ് സിറ്റാഡൽ, ഓർത്താൽ മതി. അടുത്ത റീറ്റെയിൻ യുവർ പേസ്, റീറ്റെയിൻ യുവർ സക്സസ്, റീറ്റെയിൻ യുവർ സ്റ്റഡീസ് എന്നൊക്കെ പറയും. കീപ്പ്, മെയിൻറ്റെയിൻ, കണ്ടിന്യൂ, പ്രിസർവ്, അതാണ് റീറ്റെയിൻ എന്ന് പറയാം. ദാറ്റ്സ് റീറ്റെയിൻ കേട്ടോ. അടുത്ത അലജഡ്ലി. ഇപ്പോൾ അലജഡ്ലി എന്നും ഉണ്ട്. അലജഡ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവായിട്ട്, അലജഡ്ലി വരുമ്പോൾ അത് അഡ്വേർബായിട്ട് അല്ലേ, LY വാക്കുകൾ വരുന്നത് അലജഡ്ലി. സോ അലജഡ്ലി മീൻസ് റിപ്പോർട്ടഡ്ലി, സപ്പോസഡ്ലി, ഒസ്റ്റെൻസിബിളി, അതായത് പറയപ്പെടുന്ന അങ്ങനെയാണെന്നാണല്ലോ. അപ്പോൾ തന്നെ റിപ്പോർട്ടഡ് എന്ന വാക്കിൻ്റെ LY ഇട്ട് കൊടുത്തു, അഡ്ജക്റ്റീവിലൂടെ LY ഇട്ട് കൊടുത്തു. സോ സെയിം വേയിൽ സപ്പോസഡ്ലി ആൻഡ് ഒസ്റ്റെൻസിബിളിലൂടെ LY ഇട്ട് കൊടുത്തപ്പോൾ ഒസ്റ്റെൻസിബിളി, പറയപ്പെടുന്ന ഇങ്ങനെയാണ് കരുതപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഇറ്റ്സ് നോട്ട് ക്ലിയർ ആണെന്ന് അറിയില്ല നമുക്ക്, പറയപ്പെടുന്ന ഇങ്ങനെയാണ്, ദാറ്റ്സ് ഇറ്റ്. പുറമേ ഇങ്ങനെയാണ് അല്ലേ കാണുന്നത്, അതാണ് അലജഡ്ലി. ദാറ്റ് ഈസ് വാട്ട് അലജഡ്ലി ഈസ്. അഡ്വേർബാണേ, മറക്കണ്ട കേട്ടോ. സോ ലെറ്റ് മീ സീ. ഓക്കെ, ലെറ്റ് മീ സീ.
The side effect of the usage of drugs are inexplicable. Great. അവിടെ ഒരു പ്രശ്നമുണ്ടേ, ആറല്ല, നീ സൈഡ് ഇഫക്റ്റ് എന്നാ സോനല്ലേ പറഞ്ഞേക്കണേ. സൈഡ് ഇഫക്റ്റ് ആണെങ്കിൽ ഒറ്റ വാക്കാണ്, ഹൈഫനേറ്റഡ് ആയിട്ട് സൈഡ് ഇഫക്റ്റ് ഒറ്റ വാക്കാ. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻഎക്സ്പ്ലിക്കബിൾ കൊടുക്കരുത്. ദ സൈഡ് ഇഫക്റ്റ് ഓഫ് ദ യൂസേജ് ഓഫ് ഡ്രഗ്സ് ഇസ് ഇൻഎക്സ്പ്ലിക്കബിൾ. കാരണം ഡ്രഗ്സ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, സൈഡ് ഇഫക്റ്റ് ആണ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഈസ് കൊടുക്കണേ സോനൽ. ഹി എൻറ്റർഡ് ഇൻ ടു the prevailing debate which can cause inexplicable damage to the outfit. That's great. Her inexplicable absence worried me. Okay, ma'am, do you know an outsized students behind you? Okay, huge students. And huge students പറയില്ലല്ലോ. അപ്പോൾ and students കൊടുക്കില്ല. കാര്യം an എന്ന് പറയുന്നത് സിംഗുലറായ കൗണ്ടബിളായ നൗണിൻ്റെ കൂടെ എയോ ആനോ കേട്ടോ പാർവതി, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടോക്ഡ് അബൌട്ട് ഇറ്റ്. നമ്മളിങ്ങനെയാണ് പറഞ്ഞത്, ഒരു എയോ ആനോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിളായ നൗൺസ് മാത്രമേ കൊടുക്കുള്ളൂ അല്ലേ. സിംഗുലർ ആയിരിക്കണം നൗണ്, കൗണ്ടബിൾ ആയിരിക്കണം, നൗണോട് കൂടെ മാത്രം നമ്മൾ എയോ ആനോ കൊടുക്കുള്ളൂ. അപ്പോൾ ആൻ ഔട്ട്സൈഡ് സ്റ്റുഡൻസ് കൊടുക്കില്ല. ഹൗ outside അല്ലെ, ഡു യു നോ ഔട്ട്സൈഡ് സ്റ്റുഡൻസ്, ഹ്യൂജ് സ്റ്റുഡൻസ് ബിഹൈൻഡ് യു എന്ന് കൊടുത്താൽ മതി. അവിടെ ആൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഹിസ് ഫാദർ ബിഹേവ്ഡ് ഇൻഡിഫറൻ്റ്ലി ടുവേർഡ്സ് ഹിം. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ദ ഇൻഡിഫറൻസ് ഓഫ് സം ഗവൺമെൻറ് ഇൻകംബൻസ് ആർ unpalatable. Great. His indifferent behavior made him suspected. Great. Prevailing Biden government was neither able to interfere in Taliban's Afghan takeover nor Ukraine Russia war, so I shore up Trump. വെറുതെ അല്ല, നീ ട്രംപിനോട് താല്പര്യമല്ലേ. മനസ്സിലായി. The inexplicable caliber of Shammas in the grounds of English is a citadel of persistent effort that and dedication towards his quest for knowledge. ഷമ്മാസേ പൊക്കിയെത്തിയോ, അതോ അങ്ങ് മുകളിലെത്തിയോ? The Portuguese considered some places as a citadel for them. Yes, Indians should work hard to retain its economic position in the world. Yes, he had a stark citadel in politics, sharp stronghold. Like, great. You should retain your mentality towards the problem. That's great. പിള്ളേരെ ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് what are you looking at അല്ലേ? എന്തെടുത്തോണ്ടിരിക്കുക? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ പറയണോ, പകുതിയുടെ ഒരു അംശം ആൾക്കാർ പോലും എനിക്ക് തന്നിട്ടില്ല. I mean 1/3 ആൾക്കാർ പോലും ലൈക്ക് തന്നിട്ടില്ല. ആൻഡ് ദാറ്റ്സ് സോ സാഡ്. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, ആൻഡ് മനസ്സിലാവുന്നൊരു തംസപ്പ് കിട്ടേന്നേ. ആൻറ്റിപ്പതി യൂസ് ചെയ്ത ഒരു സെൻറ്റൻസ് പറയാലോ. ഹിസ് ആൻറ്റിപ്പതി ടുവേർഡ്സ് ഹെർ ഇസ് എന്താ പറയുക, so evident through his words. His antipathy towards her is so evident through his words. Okay, അവൻ വേർഡ്സിലൂടെ എനിമിറ്റി നമുക്ക് പറയാൻ പറ്റും, ഹോസ്റ്റിലിറ്റി. ഓർ ഇനി അതും പറയാം, ഹിസ് antipathy towards her leads to her murder, something like that. എന്തും പറയാം, സംതിങ് ലൈക്ക് ദാറ്റ് കേട്ടോ, ഓർത്താൽ മതി. കാര്യം നമ്മളിപ്പോൾ ഒരുപാട് കൊലക്കേസുകൾ കേൾക്കുന്നുണ്ടല്ലോ, ശത്രുത കൂടി കൊല ചെയ്യുന്നൊരു പരിപാടി അത്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ IB നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിൽ MTS ഇല്ല ഇപ്പം അല്ലേ. MTS മാത്രം അവർ എന്ത് ചെയ്തു, കോൾ ഓഫ് ചെയ്തു, ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ, അത് മറക്കണ്ട. അപ്പം നമുക്ക് 127 അല്ലേ വേക്കൻസിയോളം ഉണ്ട്. സോ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. കാര്യം ഓരോ ഓപ്പർച്യൂണിറ്റിയും നിങ്ങളുടേതാക്കി മാറ്റുക. ദാറ്റ്സ് ഹൗ യു ഡു. അപ്പോൾ ഒന്ന് ആദ്യമേ അപ്ലൈ ചെയ്യുക കേട്ടോ, ഫസ്റ്റ് തിങ്. ആൻഡ് ദെൻ ക്ലാസ്സുകൾ നവംബർ 15 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുന്നത് പഠിക്കുക കേട്ടോ, പഠിച്ച് എക്സാം എഴുതുക. കാരണം ഇത്തവണത്തെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് നിങ്ങൾക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്യുന്നത് മാത്രം പോരാ, അതിന് ഉഷാറായിട്ട് പഠിച്ച് കയറിയാൽ ജോലിക്ക് കയറാം അല്ലേ. 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ VFA BEVCO LDക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങാൻ. റിസൾട്ട് അടുത്ത മാസം എത്തും. അപ്പം അടുത്ത മാസം റിസൾട്ട് എത്തുമ്പോഴേക്കും അയ്യോ അപ്പം പഠിക്കാമെന്ന് വിചാരിച്ചിരുന്ന കാര്യം നീങ്ങില്ല, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ദിസ് ഇസ് ദ റൈറ്റ് മൊമെൻറ്റ് ടു സ്റ്റാർട്ട് കേട്ടോ. അപ്പോൾ VFA BEVCO ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഡ് ഉപയോഗിക്കാം കേട്ടോ. Y314 എന്ന കോഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക പഠനം. ഓക്കെ, ലെറ്റ്സ് മൂവ്. സോ ലെറ്റ്സ് മൂവ് ടു ദി അതർ വേർഡ്. അടുത്ത വേർഡ് നോക്കിയേ, ഡെഫിസിറ്റ്. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടാക്സ് ഡെഫിസിറ്റ് എപ്പോഴും നമ്മൾ പറയുന്ന വാക്കാണ്. കുറവ്, ഷോർട്ട് ഫോൾ, ഡെഫിഷ്യൻസി, അണ്ടർ സപ്ലൈ അല്ലെങ്കിൽ ലോസ്, അതിനാണ് ഡെഫിസിറ്റ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്നതല്ല, ഇന്ന് നമ്മൾ ഉള്ള ആർട്ടിക്കിൾ, മറ്റേ ആർട്ടിക്കിളിൽ, ഇമ്രാൻഖാൻ്റെ ആർട്ടിക്കിളിൽ പാകിസ്ഥാനിൽ ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് ആണ് എന്ന് പറയും. കാര്യം അവിടെ ഡെമോക്രസി ഇല്ല പാകിസ്ഥാനിൽ എന്നൊരു രീതിയിലാണ് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സോ എനിവേസ്, മൂവിങ് ടു പ്രുഡൻറ്റ് അറിയാമായിരിക്കുമല്ലോ. പ്രുഡൻസ് എന്ന് പറയുന്നത് നൗണാണ്. പ്രുഡൻറ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്. സോ പ്രുഡൻറ്റ് എന്ന് പറഞ്ഞാൽ വൈസ്, പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ വിസ്ഡം അല്ലേ. അപ്പോൾ ജുഡീഷ്യസ്, സഗാഷ്യസ്, ഷ്രൂഡ് എന്നൊക്കെ പ്രുഡൻറ്റ് എന്ന അഡ്ജക്റ്റീവിൻ്റെ മീനിങ്സ് ആണ്. അടുത്ത ഔസ്റ്റ് ചെയ്യപ്പെടുക, പുറന്തള്ളുക, ഡ്രൈവ് ഔട്ട്, എക്സ്പെൽ, ഇജക്റ്റ്, റിമൂവ് എന്നൊക്കെ നമ്മൾ പറയും.
എന്നാൽ ലീഗൽ ടേമിൽ ഔസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഡിപ്രൈവ് ഓഫ്, നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റല്ലേ ഒരു കാര്യം. ഒരു റൈറ്റ്സ്, വി ആർ ഡിപ്രൈവ്ഡ് ഓഫ് റൈറ്റ്സ് അല്ലേ, ഹി വാസ് ഔട്ട്സൈഡ് ഫ്രം റൈറ്റ്സ്, അവൻ്റെ റൈറ്റ്സ് അവനെ എടുത്ത് മാറ്റി, എക്സ്ക്ലൂഡ് ചെയ്തു, അവനെ അവിടെ നിന്ന് ഒഴിവാക്കുക. ദാറ്റ്സ് വാട്ട് ഔസ്റ്റ് ലീഗൽ ടെർമിനോളജിയിൽ പറയും കേട്ടോ. ആൻഡ് അടുത്ത വാക്ക് ഈസ് മാൻഡേറ്റ്. മാൻഡേറ്റ് കഴിഞ്ഞ ദിവസവും ഡിസ്കസ് ചെയ്ത് വാക്കാം. ഇൻസ്ട്രക്ഷൻ, അതോറിറ്റി, ഡയറക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറയും മാൻഡേറ്റ് എന്ന നൗണിന്. എന്നാൽ വേർബായിട്ട് വരുമ്പോൾ നമുക്കതിനെ പറയാം അപ്രൂവ് ചെയ്യുക, ഓതറൈസ് ചെയ്യുക എന്നൊക്കെ പറയും. അടുത്ത ത്വാട്ട്. ത്വാട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നതിനെ, സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിനെ എതിർക്കുന്നതിനെ, ഹിൻഡർ ചെയ്യുക, ഇമ്പീഡ് ചെയ്യുക, അതിനൊക്കെ നമുക്ക് എന്ത് പറയും, ത്വാട്ട് ചെയ്യുക എന്ന് പറയും. ത്വാട്ട്. ഓക്കെ, ത്വാട്ട് മറക്കണ്ടേ. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ് നോക്കട്ടെ. The prevailing situation is very worse. That's great. Retain a touch with your school friends. That's great. The Citadel of politics put the education system in Kerala into a quagmire situation. That's great. All right. Nandisha, namaskaram. Okay. I focus on bank exam. So should I apply for the IB? Of course. Bank exam ആണ് എന്ന് വിചാരിച്ച് IB അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാര്യം ഓപ്പർച്യൂണിറ്റീസ് എവിടെ വന്നാലും നിൽക്കുക. ഞാൻ എപ്പോഴും പറയും, ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഓൾ തിങ്സ് ആർ കവേർഡ്. കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇതിലാണ്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആൻഡ് തിങ്സ് അതല്ല ലൈക്ക് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, അവിടേക്ക് കുറച്ചൊരു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സൂപ്പറാണ്. ഇംഗ്ലീഷ്, ജനറൽ നോളജ്, റീസണിങ് ആൻഡ് മാത്ത് ഒക്കെ കവേർഡ് ആയിരിക്കും നിങ്ങളുടെ. ആകപ്പാടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് GK ആൻഡ് ജനറൽ അവയർനെസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇച്ചിരി ഒന്ന് സ്ട്രെസ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കാവ്യ, ഞാൻ പറയുകയാണെങ്കിൽ കാവ്യ ഉറപ്പായിട്ടും IBക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. ദാറ്റ്സ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഒരെണ്ണം മാത്രം, ഒരു എക്സാമിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസ് ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് വ്യത്യാസപ്പെട്ട് കളിക്കണം, അല്ലെങ്കിൽ കളി പണി വേണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Uma retained her number 1 contendership and went at its zenith after grappling with the aspirants. That's great. All right. റെജിൻ എത്തിയോ? എത്ര കാലമായി കണ്ടിട്ട്? കഴിഞ്ഞ ദിവസം കൊണ്ട് നന്ദീഷിനാന്ന് തോന്നുന്നു. അത് വിനു ആണോന്ന് അറിയില്ല. നിന്നെപ്പറ്റി പറയാം, നീ എന്തേ വരാത്ത കുറേ ആയല്ലോ എന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു തിരക്കാ ഭാവത്തിന്. എൻ്റെ റെജിനെ, ഹീസ് എ പ്രൂഡൻറ്റ് സ്റ്റുഡൻറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. വി മിസ് യു ടു അല്ലേ. വി ഹാവ് എ സ്ട്രോങ് ആൻറ്റിപ്പതി ടുവേർഡ്സ് ഓർ with his neighbor. That's great. Neighbor ഒരു U മിസ്സിംഗ് ആണ് കേട്ടോ ഷാംലി. NANEIGHBOUR ബ്രിട്ടീഷ് സ്പെല്ലിംഗ്. He was ousted from the grey list at the instance of minister. That's great. Deficit in the profit and loss statement made auditing mandatory. That's great. She takes prudent decision even in her tough times. അതെ, റെജിൻ ഇപ്പോൾ പോകും, വന്നിട്ട് ഇപ്പോൾ പോകുന്നതാണ്, വനമാലയാണ്. പിന്നെ റെജിൻ നീ പോയി കഴിഞ്ഞപ്പോൾ പാർവതി ഇങ്ങ് എത്തി. എന്താ ചെയ്യുക, ഒരാൾ പോയപ്പോൾ മറ്റൊരാൾ വരുന്നു അല്ലേ. ഒരു ബൾബ് കത്തുമ്പോൾ മറ്റൊരു ബൾബ് കെടുന്നു എന്ന് പറയുന്ന പോലെയാണ്. എന്താ ചെയ്യുക, പോയിട്ട് വാ. ഓക്കെ, യെസ്. പീപ്പിൾ ousted Liz Truss as UK's president. Yes, my friends thwarted me when I tried to express my love to him. That's great. All right. ബട്ട് IB എക്സാമിന് SSC ആയിട്ട് അല്ലേ കൂടുതൽ സിമിലാരിറ്റി? ആണ്. അതാണ് പ്രശ്നം. സോ അല്ല, അപ്ലൈ ചെയ്തോളൂ. ഞാൻ പറയുകയാണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. GA കുറച്ച് വീക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. മേ ബി പറയാൻ പറ്റില്ല കേട്ടോ. ആണ് എക്സാം ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. എറണാകുളം സെൻറ്റർ ഉണ്ട്. യെസ്, അതെ. KP കുട്ടൻ നമസ്കാരം. അതെ, നന്ദീഷിനാണ് അവസാനിച്ചത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇവരെല്ലാവരും ഇങ്ങനെയാണല്ലേ. അപ്പോൾ എനിവേസ്, മൂവിങ് ടു വേർഡ്സ് പീപ്പിൾ. നമുക്ക് അടുത്ത വേർഡ്സിലോട്ട് പോകാം. അപ്പോഴേക്ക് സമയം കളയണ്ട. ലെറ്റ്സ് മൂവ് ടു ദ അതർ വേർഡ്. അടുത്ത വേർഡ് ഇതാണ് പോസ്. ചെയ്യുക, POSC. പോസ് എന്ന് പറയുന്നത് നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാമേ. അതായത് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസ് എന്ന് പറഞ്ഞാൽ പ്രിറ്റൻസ്, അഭിനയം, ആക്ട് അല്ലെങ്കിൽ പോസ്ചർ. നമ്മുടെ ബോഡി പോസ്ചർ ഇല്ലേ, നമ്മുടെ പോസ്ചർ. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അപ്പം പ്രിറ്റൻസും പോസിൻ്റെ മീനിങ്സ് ആണ്. അതല്ലാതെ പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ് പോസസ് എ ഗ്രേറ്റ് ഡേഞ്ചർ. ടു ദ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനം. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ പോസിന് അർത്ഥമുണ്ട്. POSC, പോസ് ആസ് എ വേർബ്. അത് റിപ്പക്കഷൻ ഒരു നൗണാണ്. അർത്ഥം ഇതാണ്: കോൺസിക്വൻസ്, റിസൾട്ട്, എഫക്റ്റ്, ഔട്ട്കം എന്നൊക്കെ നമ്മൾ പറയും. റിപ്പക്കഷൻ. ദർ വിൽ ബി എ ലോട്ട് ഓഫ് റിപ്പക്കഷൻസ് ടു യുവർ ആക്ഷൻസ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. അടുത്ത ഇംപ്യൂഗ്. ഞാൻ ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്ററിൻ്റെ ബാച്ചിൽ
എനിക്ക് തോന്നുന്നു ആ ബാച്ചിലാ തോന്നുന്നു ഞാൻ പറഞ്ഞു പോയി പറഞ്ഞു ഇംപ്യൂങ്. ഇംപ്യൂങ് എന്ന വാക്ക് ഇസ് എ വെരി ഫോർമൽ വേർഡ്. ലീഗൽ ടേമിലൊക്കെ നമ്മൾ പറയും ഇംപെങ്ഡ് ഓർഡർ എന്നൊക്കെ പറയുന്നൊരു കാര്യം. ഇംപ്യൂങ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന, ചലഞ്ച് ചെയ്യപ്പെടുന്ന, ഡിസ്പ്യൂട്ട് ചെയ്യുന്ന, കോൾ ഇൻ ടു ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഇംപ്യൂങ് എന്ന് പറയാം. ഇംപ്യൂങ് ക്വസ്റ്റ്യൻ ചെയ്യുക, ചോദ്യം ചെയ്യപ്പെടുക, ചാലഞ്ച് ചെയ്യുക, ഡിസ്പ്യൂട്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം ഇംപ്യൂങ് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ഡിഫെയിം, അറിയാലോ, ഫെയിം കളയാണ്, റെപ്യൂട്ടേഷൻ കളയാണ്. ലിബൽ, സ്ലാൻഡർ, മലൈൻ, സ്മിയർ, വില്ലിഫൈ, അതിനെയാണ് ഡിഫെയിം ചെയ്യുക പറയാം. ഫെയിം കളയുക, ദാറ്റ്സ് ഇറ്റ്. ഡിഫമേഷൻ നൗൺ, ഡിഫെയിം വേർബ്. അടുത്ത ബിലീഗേർഡ്. ബിലീഗേർഡ് എന്നൊക്കെ എപ്പോഴും പറഞ്ഞിട്ട്, ബിലീഗേർഡ് ഒരു അഡ്ജക്റ്റീവാണ്. ബിലീഗേർഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെ നമ്മൾ പറയാം. ബിലീഗേർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോസ് പ്രോബ്ലംസ്, ഒരാൾക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക, ട്രബിൾ ക്രിയേറ്റ്, ഓർ ട്രബിൾ സംബഡി, ബോദർ സംബഡി, ഓർ അനോയ് സംബഡി, ദാറ്റ് ഇസ് ബിലീഗർ. ബിലീഗർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, ദാറ്റ് ഇസ് ബിലീഗർ ചെയ്യുക എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, ക്ലിയർ? യെസ്, ലെറ്റ്സ് സീ. Okay, grappling with the COVID-19 pandemic, India is unfortunately deficit in importing spliced commodities to other nations. Yes, the status of our economy manifests an idiosyncrasy in this rate of interest rate, ostensibly which adversely affects the indigenous people. So the government needs to tweak the interest rate to thwart what? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വരെ സൂപ്പറാ. Thwart what? To stop what? To thwart it എന്ന് പറഞ്ഞ് നിർത്തിക്കുക. Thwart എന്ന വേർബ് പ്രിവെൻറ്റ് ആണ്. അതിന് ഒബ്ജക്റ്റ് വേണം ഉറപ്പായിട്ടും. A person who leads a nation should be a prudent one. Yes, of course. Krishnapriya, good morning. Hi. I thwarted his hawks towards my friend. That's great. Thwart the current deficit. All right, that's great. Thwart the current deficit. ആ സെൻറ്റൻസ് ക്ലിയർ ആയി. IB ആപ്ലിക്കേഷൻ താൽക്കാലം വേണ്ടി നിർത്തി വെച്ചില്ലല്ലോ. IBയുടെ ആപ്ലിക്കേഷൻ റദ്ദാക്കിയോ? ഇല്ലല്ലോ. അയ്യോ, അതെനിക്കൊന്ന് നോക്കണമല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ കേട്ട അനുസരിച്ച് MTSൻ്റെ ക്യാൻസൽ ചെയ്തെന്നുള്ളതാണ്. നമുക്ക് നോക്കാട്ടോ, അതിൻ്റെ കാര്യം ഒന്ന് നോക്കട്ടെ. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഹി ഫെയിൽ ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഓൺ ടൈം, സോ ഹി ഔസ്റ്റഡ് ഫ്രം ഹിസ് ക്ലാസ്. ഹി ഔസ്റ്റഡ് ഫ്രം ക്ലാസ് അല്ല, ഹി ഈസ് ഔസ്റ്റഡ് ഫ്രം. അവനെ പുറത്താക്കി എന്നാണ്. ഹി ഈസ് ഔസ്റ്റഡ് ഫ്രം ദ ക്ലാസ്. കേട്ടോ ലക്ഷ്മി, അതൊന്ന് കൊടുത്തോണേ. ഹി വാസ്, അത് തന്നെ. ഒന്നെങ്കിൽ ഹി ഈസ് ഔട്ട്സ്റ്റഡ് അല്ലെങ്കിൽ ഹി വാസ് ഔട്ട്സ്റ്റഡ്. ചമ്മ യെസ്. 505,000 കറൻസീസ് ബാൻ വാസ് അല്ല എടാ ശ്രദ്ധിക്കണേ അഭിലാഷേ. 500,000 കറൻസി ബാൻ, കറൻസീസ് ബാൻ അല്ലെങ്കിൽ കറൻസികളുടെ അപ്പസ്ട്രോഫി കൊടുത്തേ, കറൻസികളുടെ ബാൻ എന്ന് കൊടുക്കണമായിരുന്നു. പക്ഷേ കറൻസികളുടെ എന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം നോൺ ലിവിങ് തിങ്സ് എന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, ബാൻ ഓഫ്. നിനക്ക് രണ്ട് രീതി കൊടുക്കാം. 500,000 കറൻസി ബാൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കാരണം അഡ്ജക്റ്റീവിന് പ്ലൂറൽ ഇല്ല. അല്ലെങ്കിൽ ബാൻ ഓഫ് 500,000 കറൻസീസ് വാസ് എ പ്രിട്ടൻസ് ടു ഇന്ത്യൻ ഗവൺമെൻറ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നീ ഉദ്ദേശിക്കുന്നത്. അപ്പോസ് അർത്ഥം വാസ് അപ്പോസ് ടു അല്ല, ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പ്രിട്ടൻസ്. ഷി വാസ് ഔസ്റ്റഡ് ഫ്രം ഹർ ജോബ് ഡ്യൂ ടു എ മിൻസ്ക്യൂൾ ഓവർസൈറ്റ് ഇൻ ദ അക്കൗണ്ട്സ്. ഓൾ റൈറ്റ്. ഇൻട്രിഗേറ്റ് ഇംപ്യൂങ്ങിൻ്റെ സിനോണിം അല്ലേ? ഇൻട്രിഗേറ്റ് ആ അർത്ഥത്തിലല്ലേ? ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് വിചാരണ ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ല. സിനണിമാണ് ഓഫ് കോഴ്സ് കാവ്യ. പക്ഷേ നമ്മൾ പറയില്ലേ കോൾ ഇൻ ടു ക്വസ്റ്റ്യൻ, ഒരാളെ എന്താണ് ചോദ്യം ചെയ്യുക എന്ന് പറയില്ല. മറ്റേ പറയാം, നമ്മൾ ചെയ്തൊരു തെറ്റാണെങ്കിൽ നമ്മളതിനെ ചോദ്യം ചെയ്യപ്പെടില്ല. നമ്മുടെ ഡിസിഷനെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ നമുക്കത് ഇൻസൾട്ട് ഫീൽ ചെയ്യില്ല. ആ സാധനമാണത് കേട്ടോ. അത് ഇൻവെസ്റ്റിഗേഷൻ എന്ന അർത്ഥത്തിൽ അല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്. ആണോ? ഐ ബി നോട്ടിഫിക്കേഷൻ വിഡ്രോ ചെയ്തതായിട്ട്? അയ്യോ, അത് ഞാൻ കേട്ടില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോട്ടെ, ഞാൻ നോക്കട്ടെ ഒന്ന്. Okay, repercussion of the Russia-Ukraine war is inexplicable. All right, yes it is. We must protect our environment prudently in order to thwart natural calamities, otherwise it leads to stark repercussion. Yes. ED impugned Swapna Suresh for 6 months, but still there is no further information. Yes. She beleaguered her colleagues with her adamant behavior. The repercussions were gruesome. Great. There is a different atmosphere in many of the schools that were beleaguered before 1997 and a new sense of optimism. Great. The repercussions of hate speeches will be gruesome. Okay. Her innate nature to impugn the actions of an incumbent leader beleaguered her. All right. See the good morning. Never beleaguer your mother. ശ്രദ്ധിക്കണേ, ബിലീഗറിൻ്റെ സ്പെല്ലിംഗ് കേട്ടോ സുമി. BELEAGUER കേട്ടോ. യു കട്ടുകളല്ലേ. ദ കൾപ്രിറ്റ്സ് നീഡ് ടു ബി ഇംപ്യൂഗ്ഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ഗ്രേറ്റ്. ഓൾ റൈറ്റ്. മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്.
And the final set, burgeoning. Burgeoning എന്ന് പറഞ്ഞാൽ adjective ആണ്. Burgeon ചെയ്യുക എന്നാണ് ഗ്രോ ചെയ്യുക, റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. ഫ്ലറിഷ് ചെയ്യുക. അപ്പോൾ ബർജനിങ് ആണെങ്കിൽ ഗ്രോയിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ്, ഫ്ലറിഷിങ് എന്ന അർത്ഥത്തിൽ പറയും. ആൻഡ് അടുത്തത് എമനേറ്റ്. ഞാൻ എമനേറ്റ് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറയായിരുന്നു നമ്മുടെ ഇമിനൻറ്റ് എന്നൊക്കെ വാക്കിൻ്റെ പോലെ തന്നെ വരുന്നൊരു വാക്കാണ്. പക്ഷേ ഇറ്റ്സ് എ വേർബ്. ഇമിനേറ്റ് ഒരു വേർബാണ്. എമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എമേർജ് ചെയ്യുക, അറൈസ് ചെയ്യുക, ഒറിജിനേറ്റ് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക അല്ലേ. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യല്ലേ, എമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു, എമേർജ് ചെയ്യുക അല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് എമിനേറ്റ് എന്ന് പറയാം. അടുത്ത വാക്ക് ഇംപാസെ. കേട്ടായിരിക്കും ഇംപാസെ. ഊരാക്കുടുക്ക്, ഡെഡ് ലോക്ക്, ഡെഡ് എൻഡ്, സ്റ്റെയിൽമേറ്റ്, സ്റ്റാൻസിൽ. അവിടെ തീർന്നു നമ്മൾ പറയല്ലേ ലോക്ക് ജാം, അതിനൊക്കെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇംപാസെ എന്ന് പറയാം. ഊരാക്കുടുക്ക്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളൊരു കുടുക്കിപ്പെട്ട് കിടക്കുകയാണെങ്കിൽ യു ക്യാൻ സേ യു ആർ ദ ഗവൺമെൻറ് ഈസ് എൻ ഇംപാസെ അല്ലെങ്കിൽ ദ ഇക്കോണമി ഈസ് എൻ ഇംപാസെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് കുടുക്കിപ്പെട്ട് കിടക്കുകയാണെന്നുള്ള അർത്ഥമാണ്. ദാറ്റ്സ് ഇറ്റ്. ഇംപാസെ മറക്കണ്ട കേട്ടോ. ഇംപാസെ ഇറ്റ്സ് ലാറ്റിൻ വേർഡ് ഒറിജിൻ വന്നേക്കുന്നത്. അതാണ് ഇംപാസെ എന്ന് നമ്മൾ പറയാം. ഓർത്തോണം, പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇറ്റ്സ് നോട്ട് എ ന്യൂ വേർഡ് ടു യു എന്ന് എനിക്ക് തോന്നുന്നു. All right, the culprits need to be impugned by the investigators. പറഞ്ഞത് അല്ലേ. India's incumbent situation is very poor. All right, that's it. Rashida, that's right. He beleaguers anything during every special day. Anything ഒറ്റ വാക്ക്, anything Shamli കേട്ടോ. In democracy, the people have the right to impugn the government. Yes. Call to question. Yes. Hi Reshma. ഹായ് രേഷ്മ, കുറേ ആയല്ലോ കണ്ടിട്ട്. നിങ്ങൾക്ക് എവിടെ കുറേ ആയല്ലോ ഇപ്പോൾ കണ്ടിട്ട്. എന്നെ പറ്റി എല്ലാവർക്കും വിട്ടുപോയോ നമ്മുടെ അടുത്ത്. Although the prevailing mission seems to be a beleaguer, the repercussion proved the opposite. Dr. Srinivas impugned Maya and Vinodini about her parents, and as a repercussion she decided to found them. Found them alla, decided to find them. Decided to 2 plus V1 amala find them. India need to overcome. India needs to. We know India singular needs to overcome beleaguered impugns in the impugns illa. Impugn ചെയ്യുക is verb ആണ്. Impugne verb ആണ്. In the അതുകൊണ്ട് impugns പറയില്ല. In the forthcoming matches in order to reap the windfall. Please don't beleaguer and ruin the harmony of friendship. That's great. Yes, we know long jab. The songs of the birds came glad and multitudinous as in the burgeoning dawn of the glorious day. Aha. KP കുട്ടനിൽ ഒളിഞ്ഞു കിടന്ന ആ പോയിറ്റിനെ ഞാൻ കണ്ടില്ലല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. യെസ്, ലാസ്റ്റ് ഇയർ SBI ക്ലർക്ക് പ്രീ കട്ട് ഓഫ് എത്രയായത് കേരളത്തിലോ? കേരളത്തിൽ എനിക്ക് തോന്നുന്നൊരു ക്ലർക്കിൻ്റെ കട്ട് ഓഫ് കേരളത്തിൽ 89 ആ ഒരു റേഞ്ചായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. 87, 89 അതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാവ്യ, ട്രിവാൻഡ്രം മേയർ ഈസ് ഇൻ ഇംപാസെ. യാ, Indian economy emanated as a burgeoning economy from impasse. Yes, from a impasse an impasse കേട്ടോ. അഭിലാഷേ, ഇംപാസെ ഈ സൗണ്ട് ഇതാണ്, വവൽ സൗണ്ട് ആണ്. അപ്പോൾ an impasse. Okay, that's it. We can hope that the burgeoning industries which emanated post-pandemic will not be impasse due to the prevailing economic condition. നൗൺ ഫോം എന്താണെന്നോ? എന്തിൻ്റെ? ഇംപ്യൂഗ്ഡ്. ഇംപ്യൂഗ്മെൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഇംപ്യൂഗ്മെൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഇഫ് ഇന്ത്യ ഈസ് സിംഗുലർ, അതുകൊണ്ട് ഇന്ത്യ സിംഗുലർ ആണ്. യെസ്. ആതിര, ഗുഡ് മോർണിംഗ്. ബർജനിങ് പ്രൈസസ് ഓഫ് കമോഡിറ്റീസ് ഇസ് എ ഹ്യൂജ് പ്രോബ്ലംസ് നൗ ഡേയ്സ്. യെസ്, ഇൻ ആൻ ഇംപാസെ. യെസ് പീപ്പിൾ, യെസ്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ട് നമുക്ക് ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. അതെ. ബൈ ഫെർട്ടിലൈസർ ഈസ് യൂസ് ടു ബർജനിങ് ദ പ്ലാന്റ്സ്. യൂസ് ടു ബർജൻ, അതാണെങ്കിൽ ബർജൻ ഗ്രോ അല്ലേ. ഗ്രോയിങ് എന്ന് പറയില്ല. ഈസ് യൂസ് ടു ആണല്ലേ. ഓക്കെ, ബൈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ടു, അപ്പോൾ ബർജനിങ് പറയാം. ഇറ്റ് വാസ് റിട്ടൺ ഇന്ത്യ വിൻ ബൈ 7. ഓഹോ, നീ എന്തെങ്കിലും കാണാനിരിക്കുന്നു എൻ്റെ KP കുട്ടൻ, നീ കൊള്ളാം. അപ്പോൾ മനസ്സിലാക്കി ഒരു തംസം പെട്ടപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. ഹൈ സ്റ്റേക്സ്. അപ്പോൾ ഗുജറാത്തിലെ അവസ്ഥയെ പറ്റിയാണ് പോകുന്നത്. ലെറ്റ്സ് റീഡ് കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങ് ഡിസ്കഷനിലോട്ട് ഇത് പോകുന്നില്ല, എന്നാലും വി ഹാവ് ടു റീഡ് ഇറ്റ് അല്ലേ. അപ്പോൾ എന്താണ് ഗുജറാത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആർട്ടിക്കിളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരുപാട് നമ്മൾ വായിക്കുന്നില്ല. ഗുജറാത്ത് ഹോൾഡ്സ് ആൻ ഔട്ട്സൈസ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഭാരതീയ ജനതാ പാർട്ടീസ് കാൽക്കുലേഷൻ. സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ സെൻട്രൽ അല്ലെങ്കിൽ ഒരു പാർട്ടി അത്ര വലിയ കാര്യമായിട്ട് അതിനെ കാണാറില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് സോ ക്രൂഷ്യൽ. കാരണം അവർക്ക് ഒരു ഔട്ട്സൈസ്ഡ് ഇമ്പോർട്ടൻസ്, ഹ്യൂജ് ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ ഗുജറാത്ത് എന്ന നമ്മുടെ സ്റ്റേറ്റോട് ഉണ്ട്. Let's see. Being the launch pad of the prevailing model of the politics of Bharatiya Janata Party BJP and of Prime Minister Narendra Modi, government Gujarat has a special place in Indian politics. With the emergence of Aam Aadmi Party AAP as a serious contender for power, the assembly election scheduled for December 1st and 5th is going to be a triangular one in which the incumbent BJP appears to have a clear edge.
The Congress, which came close to defeating the BJP in 2017, has been sliding since then and has shown no will to fight so far. അപ്പോൾ പറഞ്ഞ ഗുജറാത്തിലെ അവസ്ഥ ഇതാണ്. ഗുജറാത്തിലൊരു ട്രയാങ്കുലർ ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. സാധാരണ ഗതിയിലുള്ളതിനേക്കാളും ഗുജറാത്ത് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് BJP കാണുന്നു. വളരെ ഈ ഒരു പ്രിവെയിലിംഗ് മോഡൽ, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് മോഡലിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലോഞ്ച് പാട് ഇവിടെയാണ് എല്ലാം നടക്കുന്നില്ല. ഇറ്റ്സ് വാസ് എവറിത്തിങ് ഹാപ്പൻസ്. അവർ ലോഞ്ച് ചെയ്ത് തന്നെ നമ്മുടെ BJPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഗുജറാത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഒരുപാട് കണക്ഷനുള്ള സ്ഥലമാണ് നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ പൊളിറ്റിക്സ് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സ്പെഷ്യൽ പ്ലേസ് കൊടുക്കുന്നത് ഗുജറാത്തിന്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി വന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കണ്ടൻറ്ററായിട്ട് തന്നെ ആം ആദ്മി പാർട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന December 1, 5 തീയതിയിലുള്ള ഇലക്ഷനിൽ ഒരു ട്രയാങ്കിൾ വണ്ണായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കാര്യം ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള BJP അവർക്കൊരു ക്ലിയർ എഡ്ജ് ഉണ്ട് കേട്ടോ. അവർക്ക് നല്ലൊരു ഉണ്ട്, അവർക്കൊരു ഇത് സ്ഥാനം അവിടെ ഉണ്ട്. പിന്നെ 2017 ഏറെക്കുറെ BJP ഒന്ന് അടുത്ത് വരെ വന്ന് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കോൺഗ്രസ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ് ഭയങ്കര വീക്കാണ് അവിടെ. സോ പിന്നെ അവർ ദേ ആർ നോട്ട് ഷോയിങ് എനി വിൽ, പ്രത്യേകിച്ച് ഒരു വില്ലും കാണിക്കുന്നില്ല അവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. But AP's enthusiasm is in stark contrast with the inexplicable indifference of the Congress. Congress വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ലാക്ക് ഓഫ് കൺസേൺ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ഗുജറാത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ AP അങ്ങനെയല്ല, ദേ ഹാവ് എ സ്റ്റാക്ക് കോൺട്രാസ്റ്റ് ആണ് ഉള്ളത്. കാര്യം ഇൻഎക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ളൊരു ഇൻഡിഫറൻസ് ആണ് കോൺഗ്രസ് കാണിക്കുന്നതെങ്കിൽ, പക്ഷേ APയെ സംബന്ധിച്ചിടത്തോളം APക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാണിക്കുകയാണ്. ദി കൊളാപ്സസ് ഓഫ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഇൻ മോബി ആൻഡ് ഡെത്ത്സ് weakened the claim of BJP regarding its governance track record, but any organic link between performance and voting preferences is rather weak among the party's supporters. പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ ദിവസം മോബി ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തതും അതിലുണ്ടായ മരണവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ BJPയുടെ ക്ലെയിമിനെ കുറച്ചുകൂടെ BJP പറയുന്ന ക്ലെയിമിനെ കുറച്ചുകൂടെ വീക്കൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രാക്ക് റെക്കോർഡിനെ കുറച്ചൊരു കോട്ടം തട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ദർ ഇസ് ഓൾവേസ് അവരുടെ പെർഫോമൻസും വോട്ടിംഗ് പ്രിഫറൻസും തമ്മിലൊരു ചെറിയൊരു rather weak ഇത് പൊളിറ്റിക്കൽ ആ പാർട്ടിയുടെ സപ്പോർട്ടേഴ്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ് പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഈസ് ഡ്രിവൺ ബൈ ഡീപ്പ് ഹിന്ദു സിംബോളിസം. ഇവിടെ നമുക്ക് ഗുജറാത്തിൽ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഹിന്ദു സിംബോളിസമാണ് കംപ്ലീറ്റ്ലി കാണാൻ പറ്റുക. റിലിജനും ആൻഡ് ഇതുമാണ് കണക്ട് ചെയ്തിട്ട് എപ്പോഴും പോകുന്നത്. അതാണ് ഗുജറാത്ത്. ആൻഡ് ഓഫൺ ഔട്ട്റൈറ്റ് കമ്മ്യൂണൽ പോളറൈസേഷൻ, വളരെ ഒരു കമ്മ്യൂണൽ ഒരു ഇതാണ്, ഒരു ചൊവ്വയാണ് എപ്പോഴും നമ്മുടെ ഗുജറാത്ത് ഭാഗത്ത്. AP leader Arvind Kejriwal is trying to adopt this tested formula by promising Gujaratis free pilgrimage to Ayodhya and challenging the BJP to implement a uniform civil code across the country. AP has no, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടായിരിക്കും അല്ലേ, കഴിഞ്ഞ ദിവസം നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഹിന്ദുയിസം കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കണ്ടായിരുന്നു. കാര്യം ഇത് പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഓക്കെ ഈ ഫോമിൽ തന്നെ വെച്ച് കൊടുക്കാം, ഗുജറാത്തുകാരോട് അത് പറഞ്ഞ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് പുള്ളി എന്ത് ചെയ്തു, ഗുജറാത്ത് ആൾക്കാരോട് പറഞ്ഞു നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയോധ്യയിലേക്കുള്ള പിൽഗ്രിമേജ് എന്നുള്ള സംഭവം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അയോധ്യക്കാർ കുറച്ച് പേര് വീഴുമല്ലോ. ആൻഡ് ദാറ്റ്സ് ഹൗ ദേ ചാലഞ്ച് BJP. എന്നിട്ട് BJPയോട് പറയുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡ് അറേഞ്ച് ചെയ്യുക കൺട്രി മൊത്തത്തിൽ എന്നും BJP ചാലഞ്ച് ചെയ്ത് പറയുന്നുണ്ട് നമ്മുടെ AAP. സോ ദേ ആർ എന്താ പറയുക, AAP നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഗുഡ് ഒപ്പോസിഷണൽ പാർട്ടി എന്ന് നമുക്ക് പറയാം. ഒരു നല്ലൊരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ ഭരണ പാർട്ടിക്ക് ഇംപ്രൂവ്മെൻറ്റ് വരുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെൻ മൂവിങ് ഓൺ. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ നമ്മൾ AAP സംബന്ധിച്ചിടത്തോളം ഹാസ് നോ ഗെയിം ഓൺ ദി ഗ്രൗണ്ട് ഇൻ ടേംസ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ഇല്ല കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ AAPക്ക്, ഓർ പേഴ്സണൽ സ്റ്റാഫ് ആണെങ്കിൽ ഒരു സെറ്റപ്പിലല്ല നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് സക്സസ് ഹാവ് കം ഫ്രം ദ മാസ് അപ്പീൽ ഓഫ് മിസ്റ്റർ കേജ്രിവാൾ ലീഡിങ് ടു ഓട്ടോമാറ്റിക് വോട്ടർ മൊബിലൈസേഷൻ. ശരിക്കും കേജ്രിവാൾ എന്നൊരു വ്യക്തിയുടെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ AAP പോകുന്നത് കേട്ടോ. കാര്യം വെച്ചാൽ ബാക്കി ഓർഗനൈസേഷൻ സ്കിൽസ് ഉണ്ടോ വെച്ചാൽ ഇല്ല, പേഴ്സണൽ നല്ല സ്റ്റാഫ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ആകെപ്പാടെ ഓട്ടോമാറ്റിക് വോട്ടർ മൊബിലൈസേഷൻ അവരെ ഗ്യാദർ ചെയ്യിപ്പിക്കുന്ന കേജ്രിവാളിൻ്റെ ഒരു പവർ കൊണ്ട് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ദ പാർട്ടി ഈസ് ഹോപ്പിംഗ് ദാറ്റ് ദ സിറ്റുവേഷൻസ് ഇൻ പഞ്ചാബ് which it won in March will be replicated in Gujarat. Enough people looking for an alternative to the two key national parties. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ രണ്ട് കീ പാർട്ടീസിനെ നോക്കി കാണുന്നുണ്ട്. അത് ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവായിട്ട് പലരും കാണാറുണ്ട് ഈ പറഞ്ഞ AAPനെ. അങ്ങനെ സംബന്ധിച്ചെടുത്ത് വരുമ്പോൾ പഞ്ചാബിൽ നടന്നതുപോലെ, ഒരു പക്ഷേ പഞ്ചാബിൽ നടന്നതുപോലെ നമ്മുടെ പാർട്ടി ഗുജറാത്തിലും ജയിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് AAP നിൽക്കണം. നോക്കാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് അല്ലേ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ നമുക്ക് നോക്കാം. The BJP may not be facing any intense voter antipathy going to the CSDS opinion poll conducted before the Mobi tragedy. More than 70% of the people were favorable towards the BJP. It remained popular even among those who noted that price rise was a concern. ശരിക്കും പറഞ്ഞാൽ മോബി ട്രാജഡിക്ക് മുമ്പ് നമ്മളൊരു പോൾ എടുത്ത് നോക്കിയപ്പോൾ ഈ പോളിൽ കൃത്യമായിട്ട് കണ്ടത് എങ്ങനെയാണ്,
ആൾക്കാർ വളരെ കുറവാണ്. ആൻറ്റിപ്പതി ഇതിനോട് ഹോസ്റ്റിലിറ്റി ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. ബി ജെ പിയുടെ ഹോസ്റ്റിലിറ്റി ആൾക്കാർ വളരെ കുറവായിട്ട് നമ്മൾ കണ്ടത്. കാര്യം മോർ ദാൻ 70% ഓഫ് പീപ്പിൾ നമ്മുടെ ബി ജെ പി ഫേവർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്, മോർബി ട്രാജഡിക്ക് മുൻപ് കേട്ടോ. ആൻഡ് കാര്യം ഇവർ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള കാര്യം വെച്ചാൽ കൂടുതലും ഹിന്ദു മിതോളജി ഹിന്ദുവിസമാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഹിന്ദുവിസമാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുവിസിൻ്റെ കൂടുതൽ ആക്സസിബിലിറ്റി കൂടിയിട്ടുണ്ട്, ഇപ്പോൾ അവരുടെ സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് പറയാം. പ്രൈസ് ഹൈക്ക് വളരെ കൂടുതലാണെങ്കിൽ പോലും, ഒരു കൺസേൺ ആണെങ്കിൽ പോലും അതൊന്നും വിഷയമല്ലാത്ത രീതിയിലാണ് CSDS സർവേ സമയത്ത്, ഒപ്പീനിയൻ പോളിൻ്റെ സമയത്ത് കണ്ടത്. മോർ ദാൻ 70% ആൾക്കാർ എന്തായാലും ഫേവറബിൾ ആണെന്ന് പറഞ്ഞാൽ BJP is gonna be there in ഗുജറാത്ത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സോ കമ്പയർ ടു 2017, BJP has improved its acceptance among most Hindus and tribal sections. ഇപ്പോൾ 2017 കാലഘട്ടത്തിൽ BJPക്ക് വലിയ കാര്യമായിട്ട് ഹിന്ദുസിൻ്റെയും ട്രൈബൽസിൻ്റെയും ആക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഹിന്ദുസിൻ്റെയും ട്രൈബൽ സെക്ഷൻസിൻ്റെ ഒരുപാട് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രസിഡന്റ് തന്നെ എടുത്തു, ഫോർ മുർമു ദ്രൗപദി മുർമു വന്നപ്പോഴേക്കും ട്രൈബൽ സെക്ഷൻസ് ഒക്കെ ഇവരുടെ BJPയോട് ഭയങ്കര, കാരണം അവർക്കൊരു നേതൃത്വം കിട്ടിയത് BJPയിലൂടെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ദ BJP calculates with good reason that AEP will split the votes opposed to it and its pathway to victory would be easier than in 2017. ശരിക്കും പറഞ്ഞാൽ ഈ BJPയെ സംബന്ധിച്ച് BJP വേറെ രീതിയിലാണ് AAP നോക്കി കാണുന്നത്. കാരണം പണ്ട് നമുക്ക് ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാത്രം ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ നമുക്ക് AAP കൂടെ ഉള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ആർക്ക് പൊക്കോളും, ഈ പറയുന്ന AAPക്ക് പൊക്കോളും. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ ഗ്രേറ്റ് ചാൻസ് ഓഫ് പോസിബിലിറ്റി ഓഫ് വിന്നിങ് എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ദാറ്റ് ക്ലെയിം അപ്പാർട്ട്, ദ പാർട്ടി സ്പെയറിംഗ് നോ എഫേർട്ട് ടു റീറ്റെയിൻ ഇറ്റ്സ് സിറ്റാഡൽ. എന്നാൽ പോലും പാർട്ടി അവരുടെ ഫോട്ടോസ് വേറെ ആർക്കും വിട്ടുകൊടുക്കാത്ത രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻ ക്വിക്ക് സക്സഷൻ, 2 big private industrial projects were announced in a controversial demonstration of the benefits of a double engine government. ശരിക്കും പറഞ്ഞാൽ പുതിയ 2 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് ആയിട്ട് രീതിയിൽ വരുന്നു. സെയിം പാർട്ടി ബീങ് ഇൻ പവർ അറ്റ് ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രലും സ്റ്റേറ്റിലും ഒരേ പാർട്ടി വരുന്ന ഇത്. That's how it is going to be. The investors were allegedly forced to change their original plans to locate in Maharashtra. അപ്പം ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഒറിജിനൽ പ്ലാൻ മാറ്റി മഹാരാഷ്ട്രയിലോട്ട് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് മാറ്റുന്നുണ്ട്. ആ ഒരു പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും ഗുജറാത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നു. ദ സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ആർ അഗൻസ്റ്റ് AAP. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമുക്കറിയാം BJP ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എല്ലാം എപ്പോഴും AAPക്ക് എതിരാണ്. AAP ലീഡേഴ്സിന് എപ്പോഴും എതിരാണ്. വെരി കൺവീനിയൻ്റ്ലി ഫോർ BJPയോട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൽ ഇറ്റ്സ് സോ എവിഡൻറ്റ് എന്നാണ്. ഡെസ്പൈറ്റ് ഇറ്റ്സ് കംഫർട്ടബിൾ പൊസിഷൻ, BJP റിമെയിൻസ് റെസ്റ്റ്ലെസ് ആസ് ദ സ്റ്റേക്സ് ആർ ഹൈ. ശരിക്കും ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ് BJP നിൽക്കുന്നത്. എന്നാൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റെസ്റ്റ്ലെസ് ആയിട്ടേ പറ്റുള്ളൂ. കാരണം എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ. വരുന്ന ഇലക്ഷൻ ചിലപ്പോൾ ക്രൂഷ്യലാകാം. അതുകൊണ്ട് തന്നെ റിസ്ക് ഒരുപാടുണ്ട്. അതൊരു ലെവലിൽ തന്നെയാണ് BJP നിൽക്കുന്നത്. ഇൻ ദ BJP's പെർസെപ്ഷൻ ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ എ സ്റ്റേറ്റ് ഇലക്ഷൻ. അവർ പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് ഇലക്ഷൻ അല്ല, മോർ ദാൻ ദാറ്റ് എന്ന രീതിയിലാണ് BJP ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആർട്ടിക്കിൾ. അനലിറ്റിക്കലാണ് ആൻഡ് ഇറ്റ്സ് സോ പൊളിറ്റിക്കൽ ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. യു ക്യാൻ ടേക്ക് യുവർ ഞാൻ നമ്മുടെ ഓതറിൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്നുള്ളത് യു ക്യാൻ കം ഫോർവേഡ്. കാര്യം അത് ഇറ്റ്സ് ഓൾ അബൌട്ട് യു. കാരണം പൊളിറ്റിക്കൽ ഐഡിയോളജി ഓരോരുത്തർക്കും ഓരോന്നാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ഹിയർ. നമുക്ക് എന്തായാലും അനലിറ്റിക്കൽ ഒരു ആർട്ടിക്കിളാണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യാ. People came down on him for defaming his colleague in public. That's great. Criticized അല്ലേ അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റനിലോട്ട് പോകാം. വളരെ സങ്കടപ്പെട്ടെന്ന് ഞാൻ ഇത് പറയാൻ പോകുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ തന്ന ക്വസ്റ്റനിൽ, സ്പോട്ട് ദർ ക്വസ്റ്റനിൽ ആകെ 2 കുട്ടികൾ ഓർ 3 പേര് മാത്രമാണ് ആൻസർ തന്നത്. സോ സാഡ് ആൻഡ് ഐ എം സോ ഡിസപ്പോയിൻറ്റഡ് പീപ്പിൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ക്വസ്റ്റൻ ഇതായിരുന്നു, ദ നെസസിറ്റി ടു വോട്ട് ഇൻ പേഴ്സൺ. ആർട്ടിക്കിൾ മനസ്സിലാക്കി ഒരു തംസപ്പ് ഇടാം കേട്ടോ. ആർട്ടിക്കിൾ മനസ്സിലാക്കി ഒരു തംസപ്പ് ഇടാം. ആൻഡ് ഇതാണ് ക്വസ്റ്റൻ, നോക്കിക്കേ. ദ നെസസിറ്റി ടു വോട്ട് ഇൻ പേഴ്സൺ ആൻഡ് ദ കോസ്റ്റ് ഹാവ് ഫോർ ഓവർസീസ് citizens acted as a disincentive for them wanting to exercise their mandate. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ടൈപ്പ് ചോദ്യമാണ്. ഇവിടുത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദ നെസസിറ്റി ടു വോട്ട് ഇൻ പേഴ്സൺ. ആൾക്കാർ എപ്പോഴും എനിക്ക് കുറവ് ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്ന് ആൻസർ തരുവാണെങ്കിൽ നമുക്ക് പോവാം. നോക്കിക്കേ, ദ നെസസിറ്റി ടു വോട്ട് ഇൻ പേഴ്സൺ. ആൾക്കാർ നേരിട്ട് വന്ന് വോട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ആൻഡ് അതിൻ്റെ കോസ്റ്റ്, ഈ രണ്ടും കോസ്റ്റും ആവശ്യവും. have for overseas citizens have acted as a disincentive. ശരിക്കും അതൊരു ഡിസിൻസെൻറ്റീവ് ആയിട്ട് മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുവാണ് ഓവർസീസ് സിറ്റിസൺസിന്, എസ്പെഷ്യലി ഫോർ ദം വോണ്ടിങ് ടു എക്സസൈസ് എ മാൻഡേറ്റ്. അപ്പോൾ അവരുടെ ഒരു മാൻഡേറ്റ് അവർക്ക് എക്സസൈസ് ചെയ്യാൻ, അവരുടെ അതോറിറ്റി, അവരുടെ ഒരു പവർ എക്സസൈസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർക്ക്. അതിനെതിരെ ഒരു ഡിസിൻസെൻറ്റീവ് ആയിട്ട് ഇത് നിൽക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസിൽ
സബ്ജക്റ്റ് രണ്ടെണ്ണം ഉണ്ട്, 2 സബ്ജക്റ്റ് ഉണ്ട്. ഒന്ന് നെസസിറ്റി, ആവശ്യം എന്ന സബ്ജക്റ്റ് ഉണ്ട്, ആൻഡ് അടുത്ത സബ്ജക്റ്റ് ഈസ് കോസ്റ്റ് എന്ന സബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് 2 സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്ലൂറൽ വേർബ് വേണം. സോ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ഇവിടെ കറക്റ്റായിട്ട് പാലിച്ചു. പ്ലൂറൽ വേർബ് ഹാവ് ആക്റ്റഡ് ആസ് എ ഡിസിൻസെൻറ്റീവ്, ഒരു ഡിസിൻസെൻറ്റീവ് ആണ്, അതിലും പ്രശ്നമില്ല അല്ലേ. ഫോർ ദം, അവർക്കെതിരെ. wanting to, ഫോർ എന്ന് പറഞ്ഞ പ്രപ്പോസിഷന് ശേഷം 2 ഒബ്ജക്റ്റ് വരുവാണ്, ദെമ്മും ഉണ്ട് wanting ഉണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ജെറണ്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ജെറണ്ടിന് മുമ്പിൽ എന്ത് വരാൻ പാടില്ല, സബ്ജക്റ്റീവ് പ്രൊണൗണോ ഒബ്ജക്റ്റീവ് പ്രൊണൗണോ വരാൻ പാടില്ല. കാര്യം ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സബ്ജക്റ്റ് ഒബ്ജക്റ്റും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേർബിൻ്റെ നൗൺ ഫോർമുലേഷനാണ്, അതിനാണല്ലോ ജെറണ്ട് നമ്മൾ വിളിക്കുക. അപ്പോൾ വാണ്ടിങ്, ആഗ്രഹിക്കൽ എന്നാണ് അർത്ഥം. സോ ആഗ്രഹിക്കലിൻ്റെ കൂടെ ദം വാണ്ടിങ് പറയരുത്, ഇൻസ്റ്റെഡ് എന്ത് കൊടുക്കണം, പൊസസീവ്സ് ഇട്ട് കൊടുക്കുക, ദെയർ വാണ്ടിങ്. ശ്രദ്ധിച്ചോണം, ഇത് ഇത്ര വളരെ സിമ്പിളാണ്. പൊസസീവ് ഇട്ട് കൊടുക്കണം എന്തിനു മുമ്പിൽ, ഒരു ജെറണ്ടിൻ്റെ മുൻപിൽ. എപ്പോഴും ഒരു ജെറണ്ട് വരികയാണെങ്കിൽ ഒരിക്കലും സബ്ജക്റ്റീവ് പ്രൊനൗണോ ഒബ്ജക്റ്റീവ് പ്രൊനൗണോ പൊസസീവ് പ്രൊനൗണോ ഇട്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു പൊസസീവ് അഡ്ജക്റ്റീവ് ഇട്ട് കൊടുക്കാം. പൊസസീവ് എന്ന് പറഞ്ഞാൽ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാണ് അർത്ഥം. പൊസസീവ് അഡ്ജക്റ്റീവ് ഇട്ട് കൊടുക്കുക ജെറണ്ടിൻ്റെ മുൻപിൽ. സോ ദെയർ വാണ്ടിങ്, അവരുടെ വാണ്ടിങ് ടു എക്സസൈസ് ദെയർ മാൻഡേറ്റ് എന്നതാണ് ഇവിടുത്തെ ആൻസർ വരിക. സംഭവം സിമ്പിളാണ്. ആകെപ്പാടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ജെറണ്ട് എപ്പോഴേലും വരികയാണെങ്കിൽ 2 ഒബ്ജക്റ്റ് എന്തായാലും വരില്ലല്ലോ. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ജെറണ്ടിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ഇട്ട് കൊടുക്കുക, നോട്ട് പൊസസീവ് പ്രൊനൗൺ, പൊസസീവ് അഡ്ജക്റ്റീവ് ഇട്ട് കൊടുക്കുക. അതാണ് ചോദ്യം വരാറുള്ളതാണ്, സ്ഥിരമായിട്ട് വരുന്ന റിപ്പറ്റേറ്റീവ് ടൈപ്പാണ്, ഒന്ന് ശ്രദ്ധിച്ചോണം. സോ മൂവിങ് ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾദോ ദ മെനി സെറ്റ്ബാക്സ്, മിസ്റ്റർ ഗാൻസ് പോപ്പുലാരിറ്റി റിമെയിൻ സ്ട്രോങ്. ഹി വൺ 6 out of 8 ബൈ ഇലക്ഷൻസ് ലാസ്റ്റ് മന്ത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്, ഒന്ന് ഓർത്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ട് ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാം. പരമാവധി ആൾക്കാർ കോമൻറ്റ് സെക്ഷൻ തരാം. അതുപോലെ തന്നെ ലൈവിലുള്ള പിള്ളേരൊക്കെ ഒരു ലൈക്ക് ഇട്ടേ, പിള്ളേരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, എന്താണ് ജാട, ഓക്കെ, ലൈക്ക് ഇടുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്ന് രാത്രി 10:15 SSCയുടെ ടോപ്പ് 50 ക്വസ്റ്റൻസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ രാത്രി കാണാം കേട്ടോ. സോ ജോയിൻ us on ടെലിഗ്രാം ചാനൽ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. KPSC ഷുവർ ഷോട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ ADA 24/7 കേരള സെൻട്രൽ എക്സാംസ്. അപ്പോൾ ബി കണക്റ്റഡ് വിത്ത് നോട്ടിഫിക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയിക്കും. അതുപോലെ തന്നെ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ വാച്ചിങ് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. കമൻറ്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ADA 24/7 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ പീപ്പിൾ. അപ്പോൾ രാത്രി 10:15 കാണാം SSCയുടെ ക്ലാസ്സുമായിട്ട്. താങ്ക് യു.